പത്രപ്രവർത്തനത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുഗ്രാമമാണ് വാസ്തവത്തിൽ. പിന്നെ വീട്ടിൽ വായനയുടെ പാരമ്പര്യമോ ഒന്നുമില്ല. സ്കൂളിൽ നിന്ന് അധ്യാപകരിലൂടെയൊക്കെ കിട്ടിയ എഴുത്തിനോടൊക്കെയുള്ള ഇഷ്ടം ഉണ്ട്, വിശേഷിച്ചും കവിതയോടൊക്കെ. അപ്പോൾ അന്ന് വായനശാലയിൽ ഇരുന്ന് ഏതാണ്ട് എല്ലാ പത്രവും, ഒരു 7 പത്രമൊക്കെ വായിക്കുമായിരുന്നു. ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു കാലം. അതിൻ്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞാൽ, അന്ന് ഈ മനോരാജ്യം, പൗരധ്വനി അങ്ങനെയൊക്കെയുള്ള മാസികകളായിരുന്നു. നമ്മൾ ഇന്ന് പൈങ്കിളി എന്ന് പറയുന്ന മാസികകൾ. അപ്പം അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് കുട്ടികളെ ഇത്തരം മാസികകൾ വഴിതെറ്റിക്കുന്നുള്ളതുകൊണ്ടും വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തും. അപ്പം അതൊരു മാങ്ങാട് കുറച്ച് ദൂരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാങ്ങാട് എന്നൊക്കെ, ബാലകൃഷ്ണൻ മാങ്ങാട് എന്നുള്ള വലിയ പത്രപ്രവർത്തകന്റെ പേര്, എഴുത്തുകാരനാവണമെങ്കിൽ അങ്ങനെ ഒരു പേര് വേണ്ടി വരും എന്ന് വെച്ച് ബാര എന്നുള്ളത് മാറ്റിയിട്ട് മാങ്ങാടാക്കുകയുണ്ടായത്. അപ്പോൾ മാങ്ങാട് ഒരു സ്റ്റോർ, റേഷൻ സ്റ്റോർ, അവിടെയാണ് ഈ വീക്കിലി ആഴ്ചതോറും വെക്കുക. അന്ന് 30 പൈസയാണ് അതിൻ്റെ വില, ഇന്ന് 45 രൂപയാണ്. അപ്പോൾ അവിടെ ഇത് എടുക്കാൻ പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരു വലിയ വായനശാലയൊന്നും അല്ലൊരു സാധാരണ നാട്ടു വായനശാല, എങ്കിലും 6-7 പത്രം വരും. അപ്പം അതൊക്കെ അരിച്ചു പെറുക്കി വായിക്കും. അന്ന് അന്ന് വളരെ രസമുള്ളത്, അത് ലീഗ് മറ്റ് പത്രങ്ങളൊന്നും കൂടാതെ കേരള കൗമുദി അവിടെ എത്തിയതായിട്ട് ഓർമ്മയില്ല. ഒരു മുസ്ലിം ഏരിയ ആയതുകൊണ്ട് അന്ന് ലീഗ് ടൈംസ് ഒക്കെ ഉണ്ട്, മൃഗനെ ഓർക്കുന്നുണ്ട്. അപ്പം അതിനെ ലീഗ് ടൈംസ് നല്ല നാട്ടുകാർ ഫലിതരൂപേണ പറയുകയല്ല, മറ്റേ ചന്ദ്രിക എന്നാ പറയുക, അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഇതൊക്കെ വായിക്കും. പിന്നെ വലിയ താല്പര്യം ഉണ്ടായിട്ടുള്ളത് ഫുട്ബോളിനോടാണ്. റേഡിയോയിലൂടെ വളരെ ലെജൻഡറി ആയിട്ടുള്ള പപ്പേട്ടൻ്റെ, പത്മനാഭൻ നായരുടെ കമൻട്രി ഒക്കെ കേൾക്കും. 73 സന്തോഷ് ട്രോഫിയുടെ ഫൈനല് കമൻട്രിയിലൂടെ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കപ്പ് നേടിയ സന്തോഷ് ട്രോഫി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഴ്ചപ്പതിപ്പിലും അന്ന് മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ അന്നത്തെ ബാലസാഹിത്യമൊക്കെയാണ് പ്രധാനമായിട്ടും. സർവജിത്തിൻ്റെ സാഹസങ്ങൾ എന്നൊക്കെ അതൊക്കെ വായിച്ച്, പിന്നെ സ്വാഭാവികമായിട്ടും അധ്യാപകരുടെയൊക്കെ താല്പര്യവും, ചെറിയൊരു ലൈബ്രറിയൊക്കെ പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എസ്.കെ. പൊറ്റക്കാട് ഒക്കെ വായിക്കുന്നു. അങ്ങനെ നമ്മൾ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ അനേകം ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ആഫ്രിക്കയിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, സ്വിറ്റ്സർലാൻഡ്, നേപ്പാള്, അങ്ങനെ എസ്.കെയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം പിന്നെ കോളേജിൽ വന്നപ്പോൾ വാസ്തവത്തിൽ സാഹിത്യ താല്പര്യം ഒരു വശത്ത്, പിന്നെ അന്ന് ഒരു പയനിയറിങ് ഫിലിം സൊസൈറ്റി ആയിരുന്നു കാസർഗോഡ് ഫിലിം സൊസൈറ്റി. അപ്പോൾ അതിൽ നിരന്തരമായിട്ട് പോകുന്നു, അവരുമായിട്ട് ചങ്ങാത്താവുന്നു. അപ്പോൾ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു അധ്യാപകൻ, മലയാളത്തിലെ വേണ്ടത്ര അറിയപ്പെടാത്തതും എന്നാലും വലിയൊരു കഥാകൃത്തായിട്ടുള്ള സി അയ്യപ്പൻ മാഷാണ്. അദ്ദേഹം ടി.കെ.സി. പടുതലയുടെ മരുമകനാണ്. അപ്പം അദ്ദേഹമാണ് ഫിലിം സൊസൈറ്റിയിലൊക്കെ കൊണ്ടുപോയി ഇന്ന സിനിമയൊക്കെ കാണണം. അന്ന് കവിതയുടെ അസുഖമുണ്ട്. അപ്പം ഞാൻ വളരെ സാമ്പ്രദായികമായിട്ട് കേകയിലും മഞ്ചേരിയിലും തരങ്കിണിയിലൊക്കെ കവിത എഴുതിക്കൊണ്ടുള്ള ആളായിരുന്നു. അപ്പോഴാണ് ഇതൊന്നുമല്ല പുതിയ കവിത, അയ്യപ്പണിക്കരുടെയും സച്ചിദാനന്ദൻ്റെയൊക്കെ കവിതകളുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ വലിയൊരു നമ്മൾ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഒരു ഭാവുകത്വ പരിണാമം ഉണ്ടായിത്തീരുന്നു. അപ്പോൾ കാസർഗോഡ്, ഒരുപക്ഷെ ഇന്നും അതെ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ സായാഹ്ന പത്രങ്ങളുള്ള ഒരു സ്ഥലം കാസർഗോഡാണ്. കന്നഡയിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. മലയാളത്തിൽ അന്ന് ആദ്യമുണ്ടായിരുന്ന സായാഹ്ന പത്രം കാരവൽ ആയിരുന്നു. അപ്പോൾ കാരവലിൻ്റെ എഡിറ്റർ ഒരു കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിടൈപ്പൽ പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ആജാനുബാഹുവാണ്, വലിയൊരു ജുബ്ബ,
വളരെ നീതിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. മുഴുവൻ നരച്ച് മീശയൊക്കെ വലിയ കട്ടി മീശ. അപ്പം നിരന്തരമായിട്ട് ചാർമിനാർ വലിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീശയുടെ ആ പുക പോകുന്ന ഭാഗം മഞ്ഞയാണ്. അങ്ങനെ അവർക്ക് വളരെ രസകരമായിട്ടുള്ള വലിയ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അവിടുന്ന് ചെറിയ ചില്ലറ വാർത്തകൾ എഴുതുക. അപ്പോൾ കല്ലച്ചായിരുന്നു. എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇപ്പോഴും മറന്നുപോയി. ഇത് ഒക്കെ കെട്ടാനറിയാം, നമ്മളുടെ അച്ചുകൾ. ചിലപ്പോൾ ആരെങ്കിലും അതിൻ്റെ തൊഴിലാളികൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരു മുട്ടുശാന്തിക്ക് ഇത് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ കാരവലിന് തന്നെ അതിവിചിത്രമായിട്ടുള്ളൊരു കഥയുണ്ട്. അത് ഈ ന്യൂസ് പേപ്പർ രജിസ്ട്രേഷന് വേണ്ടി ഡൽഹിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ കരവാൾ എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അപ്ലൈ ചെയ്തത്. അപ്പോൾ കരവാൾ ശരിയായിട്ടുള്ള അനീതിയെ അരിഞ്ഞു വീഴ്ത്തുന്ന കരവാൾ എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു. അപ്പോൾ അത് കിട്ടിയത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകളിലെ CARAVEL എന്നാണ്. ഇത് വന്ന സമയത്ത് ഇദ്ദേഹം ആകെ നിരാശാഭരിതനായിട്ട്, വേറെ ഒന്നും ചെയ്യാനും നിവൃത്തിയില്ല. അന്നത്തെ കാലം പിന്നെ ഇതിന്റെ റിവിഷൻ പെറ്റീഷൻ അങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് എന്താടോ കുട്ടി ചെയ്യുക എന്ന് പറഞ്ഞ അദ്ദേഹം ആകെ അസ്തപ്രജ്ഞനായി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് കാസർഗോഡ് കോളേജിൽ നിന്ന് ഇലസ്ട്രേറ്റഡ് വീക്കിലി എപ്പോഴും വായിക്കുമായിരുന്നു. അപ്പോൾ വലിയ അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് കാണാനും അതൊരു ഇലസ്ട്രേറ്റഡ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരു ഫ്രഞ്ച് കോഴ്സിൽ ഞാൻ തപാൽ മാർഗം ചേർന്നിരുന്നു. അപ്പോൾ അവരൊരു ചെറിയ ഡിക്ഷണറി ഒക്കെ തന്നു. ചെറിയ ഫീസൊക്കെയാണ്, 30 രൂപയോ. അതൊക്കെ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ കരഞ്ഞു പറഞ്ഞ് വാങ്ങിച്ച് അക്ഷരമാല, ചെറിയ ചെറിയ വാക്കുകൾ, പിന്നെ കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ. അറിയാമല്ലോ തപാൽ മാർഗം പഠിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ആ ഡിക്ഷണറിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ CARAVEL എന്നുള്ളൊരു പദം കണ്ടില്ല. അപ്പോൾ കരവല്ലേ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ചിലൊരു വാക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയപ്പോൾ പായ്ക്കപ്പലാണ്. അപ്പോൾ 3 മാസ്റ്റുകളുള്ള ഒരു പായ്ക്കപ്പല. അപ്പോൾ മതി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വലിയ പ്രസംഗമാണ്. സത്യത്തിൻ്റെ തുറമുഖത്തിലേക്ക് അടുക്കുന്ന കപ്പലാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗമൊക്കെ. സത്യാവസ്ഥ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അനാരോഗ്യം വന്നു. അപ്പോൾ ആ സമയത്താണ് കാസർഗോഡ് നിന്ന് കുറച്ചുകൂടി വലിയ നിലയിൽ ഉത്തരദേശം എന്നുള്ള ഒരു പത്രം ആരംഭിക്കുന്നത്. അതിന് പിന്നിൽ അവിടുത്തെ മാതൃഭൂമി ലേഖകനും എഴുത്തുകാരനും വലിയൊരു സാംസ്കാരിക പ്രവർത്തകനും ഉബൈദ് മാഷയുടെ ശിഷ്യനും ഒക്കെ ആയിട്ടുള്ള KM മുഹമ്മദ് മാഷായിരുന്നു. മുഹമ്മദ് മാഷ്ക്കൊക്കെ സാഹിത്യ തൽപരൻ എന്നൊക്കെയുള്ള രീതിയിലൊരു വാത്സല്യം. പിന്നെ അവിടെ സാഹിത്യവേദിയുണ്ട്, അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഉത്തരദേശത്തിൽ പലതരം ഫീച്ചറുകൾ എഴുതുന്നു. ഈ കാസർഗോഡ് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എഴുത്തിലേക്ക് താല്പര്യമുള്ള ആളുകൾ 3 വിഷയമാണ് എഴുതുക. ഒന്ന് തെയ്യം, ഇപ്പോഴും ചെണ്ടക്ക് കോലിട്ടടുത്തൊക്കെ പോകുമല്ലോ. 2 ബേക്കൽ കോട്ട. 3 PS പുണിഞ്ചിത്തായ എന്ന് പറഞ്ഞിട്ടൊരു പെയിന്റർ ഉണ്ട്, ഒരു വാട്ടർ കളറിൽ. അദ്ദേഹത്തിൻ്റെ വീടും ആ പരിസരമൊക്കെ വളരെ രസം. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹം പെയിന്റ് ചെയ്യുക. വലിയൊരു കാപ്പി കൃഷിക്കാരനും. ഒരു കർണാടകമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ലാംഗ്വേജ് എങ്കിലും 2 ഭാഷയും സംസാരിക്കും. ബോംബെയിലും മൈസൂരിലും ഒക്കെ പഠിച്ച ആളാണ്. സംഭാഷണ പ്രിയനാണ്, വലിയ സ്നേഹമാണ്, വലിയ സൽക്കാരമാണ് വീട്ടിലൊക്കെ ചെന്നാൽ. അപ്പം അദ്ദേഹം പെയിൻറ്റിങ്ങിൻ്റെ രീതി ഈ ക്യാൻവാസിൽ ഹാൻഡ് മെയ്ഡ് പേപ്പറൊക്കെയാണ് അധികവും ക്യാൻവാസ് എന്നുള്ളത് പറയുന്നതിനേക്കാളും നല്ലത്. അപ്പം അതിൽ ഈ ഇളനീർ വെള്ളം കൊണ്ടൊരു കോട്ടിങ് ഉണ്ടാക്കിയിട്ട് വരയ്ക്കുക വളരെ സ്പീഡിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ഈ വരാനിരിക്കുന്ന ചിത്രമുണ്ട്. അതായത് വെള്ളച്ചാട്ടം ഈ പേപ്പറിൻ്റെ വെള്ളയാണ്, ബാക്കി ഭാഗങ്ങൾ മാത്രമേ വരക്കുള്ളൂ.
അപ്പം അത്തരം ചില ചിത്രങ്ങളൊക്കെ അന്ന് എനിക്ക് ചിലപ്പോൾ ചിലതൊക്കെ തരും. പിന്നീട് ഈ അദ്ദേഹത്തെ ഒരു ഏഷ്യാനെറ്റിൽ യാത്ര എന്നുള്ള പരിപാടിയിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, കുറച്ച് പ്രായമായി സ്വാഭാവികമായിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതി പിന്നെ ഫിലിം സൊസൈറ്റിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ലോക സിനിമകളെ കുറിച്ചൊക്കെ എഴുതി ഫിലിം സൊസൈറ്റിക്ക് സാമാന്യം തിരക്കേടില്ലാത്തൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഐസൻസ്റ്റീൻ തൊട്ടുള്ള വലിയ എഴുത്തുകാരെ ഫിലിം മേക്കേഴ്സിനെയൊക്കെ ഉള്ള ലേഖനങ്ങളൊക്കെ വായിക്കുന്നു. അതൊക്കെ വലിയ ഉപകാരപ്രദമായിരുന്നു. കാരണം പടം കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൻ്റെ ഒരു ഐഡിയോളജിയും ഈസ്തറ്റിക്സും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പത്രപ്രവർത്തനത്തിൽ വരുന്നത്. ഈ ഉത്തരദേശം റിലീസ് ചെയ്യുന്നത് ആരും വിശ്വസിക്കില്ല, വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീർ കോഴിക്കോട് നിന്ന് ഒരു വലിയ പളപളപ്പുള്ള ഒരു കാറിൽ കാസർകോട്ടേക്ക് ബഷീറും കുടുംബവും വരുന്നു. അപ്പോൾ ബഷീറിനെ കൊണ്ടുവരുന്നത് അന്ന് അഹമ്മദ് മാഷ് ഉബൈദ് മാഷുടെ ശിഷ്യനാണ്, കള്ളക്കടത്തുകാരനെന്ന് തെറ്റായി പിന്നീട് വിളിക്കപ്പെട്ട KS അബ്ദുള്ള സാഹിബ്. അബ്ദുള്ള സാഹിബ് വലിയൊരു സാഹിത്യ രസികനായിരുന്നു, വലിയൊരു മനുഷ്യനുമായിരുന്നു. ഞാൻ പരിചയപ്പെട്ടതിലെടുത്ത് വലിയ ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. 40കളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് ബോംബെയിൽ പോയി. പിന്നെ ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നതിലും ഒരു തെറ്റായൊരു ധ്വനിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ദുബായിലൊരു വാച്ചിന് 30 രൂപ അവിടുത്തെ ഒരു ആണെങ്കിൽ ഇവിടെ 60 രൂപ കിട്ടുകയാണെങ്കിൽ അത് ഇവിടെ കൊണ്ടുവെക്കുന്നത് കള്ളക്കടത്തൊന്നുമില്ല, അത് കടത്തിയിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത്. ഏത് കച്ചവടവും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ വലിയ കഥകളൊക്കെ കേൾക്കാം. ഒരു ഹെലികോപ്റ്ററിൽ സ്വർണത്തിന്റെ മഴ വന്ന് അയാളുടെ വീട്ടിലേക്ക് കിട്ടും എന്നൊക്കെയുള്ള കുട്ടിക്കാലത്ത് ഒരു അത്ഭുതമൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ബഷീർ വരുന്നത്. അപ്പൊ ബഷീർ ആദ്യം തന്നെ പറയുന്നത്, ഞാൻ അബ്ദുള്ള സാഹിബിന്റെ അതിഥിയായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഒരുപാട് പണക്കാർ ലോകത്തുണ്ട്, പക്ഷെ അബ്ദുള്ള സാഹിബ് നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ്. അതുകൊണ്ട് എനിക്ക് ആ സ്നേഹം കൊണ്ടാണ് ഞാൻ കുടുംബസമേതം വന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ 74-ലെ അതിപ്രശസ്തമായിട്ടുള്ള സാഹിത്യ പരിഷത്ത് നടത്തിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്രോതസ് അബ്ദുള്ള സാഹിബായിരുന്നു. അപ്പോൾ സാഹിബ് അന്ന് ഷൊളോഖോവിനെ കൊണ്ടുവരാനായിരുന്നു ഉദ്ദേശിച്ചത്, റഷ്യയിൽ നിന്ന്. അപ്പോൾ ഷൊളോഖോവിനെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ രാഷ്ട്രീയ വൈരമോ എന്തോ കാരണം അനുമതി കൊടുത്തില്ല. അങ്ങനെയാണ് ബംഗാളി റൈറ്ററായിട്ടുള്ള ജരാസന്ധനാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ P. കുഞ്ഞിരാമൻ നായരുടെ ഒക്കെ ബഹുരസമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു പ്രസംഗം CP ശ്രീധരൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ പ്രസംഗിക്കുന്നത്, ജരാസന്ധനെ ബംഗാളിൽ നിന്ന് ഞങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ വിജയിച്ചു, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത നാട്ടുകാരനായ കുഞ്ഞിരാമൻ നായരെ എനിക്ക് കാണുന്നില്ല. കുഞ്ഞിരാമൻ നായർ ജരാസന്ധന് കൊടുക്കാൻ വേണ്ടി ഒരു മാവും പൂക്കുല തപ്പി നടക്കുകയായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടുവന്ന് കാൽക്കൽ വീണ് അങ്ങനെ വളരെ നാടകീയമാണല്ലോ അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ. ഞാൻ പറഞ്ഞത് അബ്ദുള്ള സാഹിബാണ് അത് നടത്തിയത്. അപ്പോൾ ബഷീർ പിന്നെ ഒരു ചടങ്ങുകളിലും പങ്കെടുക്കാത്തത് കൊണ്ട് വിളിച്ചെങ്കിലും വന്നില്ല. പക്ഷെ ഇതിന് വരികയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് അബ്ദുള്ള സാഹിബിൻ്റെ വീട്ടിൽ എന്തോ ഒരു സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചെന്ന് ബഷീറിനോട് ഒരു ഇൻ്റർവ്യൂ പോലെ ഒന്ന് ഇതൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു മൂളലുമൊക്കെയാണ്. പിന്നെ അതിനൊക്കെ ഒരു രൂപം വരുത്തി നമ്മുടെ പത്രക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു ലേഖന രൂപത്തിലോ ഒരു അഭിമുഖ രൂപത്തിലൊക്കെ അടിച്ച് ഉണ്ടാക്കുന്നു. പിന്നെ ഉത്തരദേശത്തിൽ എഴുതുക മിക്കവാറും ഏതാണ്ട് 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം എഴുതുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. അപ്പം അതിൽ അതിവിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, അമിതാഭ് ബച്ചന് ഒരു ഡോൺ എന്നുള്ള സിനിമയ്ക്കിടയിൽ പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിലായി. അപ്പോൾ അഹമ്മദ് മാഷ് പറഞ്ഞു, രത്നാകർ ആകെ പുലിവാലായല്ലോ, അപ്പം
ഇന്നും കത്തി നിൽക്കുന്ന ഇന്നും കത്തി നിൽക്കുന്ന. അപ്പോൾ അമിതാഭ് ബച്ചൻ മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു അത് ബ്ലോക്ക് എടുക്കാൻ വേണ്ടി അന്ന് ഫോട്ടോഗ്രാഫൊന്നും ഡയറക്ടറുണ്ട്, അതിനുവേണ്ടി മംഗലാപുരത്തേക്ക് ഒരാളെ വിടുന്നു. അപ്പോൾ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും ഒക്കെ വെച്ച്, അന്ന് ഈ പറയുന്ന ആധുനിക സമ്പ്രദായങ്ങളൊന്നും ഇല്ലല്ലോ. അത് രേഖയുമായിട്ടുള്ള പ്രണയബന്ധം, പിന്നെ ജയമാധുരി, അത് അങ്ങനെയൊക്കെ വെച്ച് ഒരു വലിയ ഫീച്ചർ ഉണ്ടാക്കുന്നു. ഇന്നും ബച്ചൻ പിടിച്ചുവിടാൻ പറ്റുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടു ഏറ്റവും അധികം ആദായ നികുതി കൊടുത്തത് 120 കോടിയോ അമിതാഭ് ബച്ചനാണ്. ഞാൻ പറഞ്ഞത് അത് വളരെ കാലത്തിന് ശേഷം അഹമ്മദ് മാഷ് മരിച്ചിട്ട് ഇപ്പോൾ 5-8 കൊല്ലമായി. അതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അന്ന് എഴുതിയ ആ പേജ്, തയ്യാറാക്കിയ പേജ് അദ്ദേഹം ഒരു ഫയലിൽ വെച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഒരു താല്പര്യമൊക്കെ വെച്ചിട്ടാണ് എം.എക്ക് പോയി. എം.എക്കൊക്കെ പോകുമ്പോൾ മുഖ്യമായിട്ടും സാഹിത്യ താല്പര്യമായിരുന്നു. പിന്നെ അവിടെ മഹാനായിട്ടുള്ള വിജയൻ മാഷുണ്ട്. വിജയൻ മാഷയുടെ കോളേജിൽ നിന്നാണല്ലോ ബ്രണ്ണൻ അറിയപ്പെട്ടിരുന്നത് തന്നെ. അവിടെയും നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ നല്ല കഥാകൃത്തും ശ്രീധരൻ ചമ്പാടിൻ്റെ പടയണി എന്നുള്ള ഒരു മാസിക ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാസികയിൽ ഞാൻ കാസർഗോഡ് പഠിക്കുമ്പോൾ തന്നെ ഒരു കഥാമത്സരത്തിലോ 1ാം സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഈ പടയണിയുടെ ഓഫീസ്. അപ്പോൾ അന്നെന്തോ 100 രൂപ, അന്നത്തെ 100 രൂപ വലിയ തുകയാണ്. അപ്പോൾ അതൊന്നും തരാൻ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് അവിടെ ഇറങ്ങി പടയണി ഓഫീസിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവിടെ കയറി. അപ്പോൾ ശ്രീധരൻ ചമ്പാടിനെ കാണുന്നത്. അപ്പോൾ ശ്രീധരൻ ചമ്പാട് ഇത് പത്രം തന്നെ പൂട്ടാൻ പോവുകയാണ്, വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ്. സത്യം പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പൈസ എൻ്റെ കിശയിലിടുകയും റെയിൽവേ സ്റ്റേഷൻ വരെ വന്ന് സാഹിത്യ ചർച്ചയും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അതിലും എഴുതാൻ തുടങ്ങി. എങ്കിലും അവിടെ ബ്രണ്ണനിലെ സാഹിത്യ ആക്ടിവിറ്റീസ് ആയിരുന്നു പ്രധാനം. പിന്നെ വിജയ മാഷയുടെ പ്രസംഗത്തിന് അദ്ദേഹത്തെ അനുഗമിക്കുക, സാഹിത്യ ക്യാമ്പുകൾ നടത്തുക. തനിച്ചല്ല, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അങ്ങനെ രൂപപ്പെട്ടു വരുമല്ലോ ഇതേ താല്പര്യമുള്ള എവിടെയുള്ളതുപോലെ. ഒരു ലിറ്റിൽ മാഗസിൻ്റെ അകം എന്നുള്ള പേരിലൊരു ലിറ്റിൽ മാഗസിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. അത് പിന്നീട് പുസ്തക പ്രസാധനത്തിലേക്ക് കടന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കഥകളുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞൊരു പാരലൽ കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും കാസർഗോഡ് ഒരു പാരലൽ കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ഉത്തരദേശത്തിൽ എഴുതുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് നാട്ടിലെ ഒരു സുഖം അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം ഇതിങ്ങനെ പോയി എന്ന് ഒരു നമ്മൾ വായിച്ചെറിഞ്ഞൊരു ലോകം പുറത്തിങ്ങനെ കിടക്കുകയല്ലേ. അപ്പം ഞാൻ ഡൽഹിയിൽ ഡോക്ടർ OM അനുജൻ സാറിനൊരു കത്ത് എഴുതുന്നു, അങ്ങനെ ഒരു MPhil ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ആളെ കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ സാറ് ഉടനെ വരുമായിട്ട് ഒരു കത്ത് എഴുതി. അങ്ങനെ അവിടെ കമ്പാരറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നായിട്ട് അവിടെ ചേരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് ചെറിയൊരു കാര്യം പറഞ്ഞാൽ അത് അതിവിചിത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഇപ്പോൾ കറൻസി നോട്ടിലൊക്കെ കാണുന്ന പോലെ 14 ഭാഷ, ഇന്നിപ്പോൾ 21 മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു, അംഗീകൃത ഇന്ത്യൻ ഭാഷ. അപ്പോൾ 14 × 2 28 അധ്യാപകരാണ് ഈ ഭാഷകളിലെ. ഇപ്പോൾ ബംഗാളി ആയിട്ടുള്ളൊരു പ്രൊഫസർ ശിശിർ കുമാർ ദാസാണ് ചീഫ്. മലയാളികളായിട്ട് 2 ഡോക്ടേഴ്സ്, ഡോക്ടർ OM അനുജനും അകവൂർ നാരായണൻ. അപ്പോൾ എനിക്ക് കന്നഡയും കൂടി അറിയാവുന്നതുകൊണ്ട് കന്നഡ മലയാള സാഹിത്യം തമ്മിലുള്ള ഒരു താരതമ്യമായിരുന്നു വിഷയം. അപ്പോൾ ആ സമയത്താണ്, പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് ചെറിയ പൈസ മാത്രമേ അച്ഛൻ തരുള്ളൂ, ഇല്ലാത്തത് കൊണ്ടല്ല, ഇപ്പോൾ കൂടുതൽ പൈസ കയ്യിലുണ്ടെങ്കിൽ വഷളായി പോകുന്നൊക്കെയുള്ള ഒരർത്ഥത്തിലൊരു ജമ്മി കുടുംബമാണ്. ഒരു ഉയർന്ന ഇടത്തരം എന്നൊക്കെ പറയാം. പിന്നെ അച്ഛന് പോലീസ് ജോലിയുണ്ട്, പിന്നെ അമ്മയുടെ അച്ഛൻ വലിയൊരു ജമ്മിയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നിവൃത്തികേടില്ലെങ്കിലും നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഹോസ്റ്റലിലേക്കുള്ള പൈസ അച്ഛൻ തരും. പിന്നെ അവിടെ കൺസെഷനൊക്കെ ഉണ്ട്. ഒരു മാസത്തേക്ക് 12.5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ എങ്ങോട്ടും എപ്പോഴും സഞ്ചരിക്കാം. അപ്പോൾ അതുകൊണ്ട് യാത്ര ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മിക്കവാറും ഒരു വിജയൻ മാഷിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു വിജയൻ മാഷിൻ്റെ അടുത്തേക്കാണ്
എത്തിപ്പെട്ടത് സാക്ഷാൽ ഹോഗി വിജയൻ. ഏതാണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. ധാരാളം അദ്ദേഹമാണ് സംസാരിക്കുക, അത് അധികവും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, ഞാനെന്താ ഇത് സായിപ്പാണോ മാഷേ, ഇത് എന്നിട്ട് എന്നോട് ഇംഗ്ലീഷിൽ പറയും, യു സി മൈ മലയാളം വിൽ ബി കറപ്റ്റഡ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള അതിവിചിത്രമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് മിക്കവാറും സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇവിടെ നിന്ന് വെങ്കടേശ് രാമകൃഷ്ണനെ അറിയാം. ഞാൻ കാസർഗോഡ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ ദേശാഭിമാനിയിലെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ വെങ്കടേശാണ് എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു അത്താണി. അപ്പോൾ വെങ്കടേഷിനെ കാണാൻ വേണ്ടി വി പി ഹൗസ് ആണല്ലോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ ഡിവൈഎഫ്ഐയുടെ ഓഫീസ്, തൊട്ടടുത്ത് എം എ ബേബിയുടെ മുറി, പ്രഭാവർമ്മ, അങ്ങനെയൊക്കെ പരന്നു കിടക്കുന്നു. അപ്പോൾ കെ പി സേതുനാഥ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെഴുതുന്ന, അപ്പോൾ സേതു അന്ന് കേരള കൗമുദിയിൽ നരേന്ദ്രൻ സാറിൻ്റെ അസിസ്റ്റൻ്റോ ശിഷ്യനോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സേതുവുമായിട്ടാണ് വെങ്കടേഷിലൂടെ, ഇപ്പോൾ ദേശാഭിമാനിയിൽ അങ്ങനെ നമുക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ അത് കേരള കൗമുദിയിൽ തീരെ ഇല്ലതാണ്. അപ്പോൾ കേരള കൗമുദി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള പത്രപ്രവർത്തകൻ, കുറിയ മനുഷ്യനാണ്, പക്ഷെ വലിയ അധികാരമായിട്ട് നമുക്ക് തോന്നും, വി എൻ നായർ, കേരള കൗമുദിയുടെ നരേന്ദ്രൻ, സാഹിത്യ പഞ്ചാനൻ്റെ ചെറുമകൻ, ശിവറാമിൻ്റെ മരുമകൻ. അതല്ലാതെ സ്വന്തം നിലയിൽ പറഞ്ഞു കേട്ടത് വി കെ എൻ്റെ പയ്യൻ്റെ പ്രാഗ്രൂപം നരേന്ദ്രൻ സാറായിരുന്നു എന്നാണ്. വി കെ എനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും, വി കെ എൻ അന്ന് ഡൽഹി വിട്ടിരുന്നെങ്കിലും 1-2 പ്രാവശ്യം വന്നപ്പോൾ നരേന്ദ്ര എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. അപ്പം നരേന്ദ്രൻ സാർ എന്നുള്ള ഒരു അത്ഭുതമാണ് അന്ന് പത്രപ്രവർത്തനത്തിൽ നേരെ കൺമുന്നിൽ കാണുന്നത്. അത് ഞാൻ പരിചയപ്പെട്ട ജേർണലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, ഡൽഹി ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ നരേന്ദ്രൻ സാർ ഒരു ഹാഫ് ഡോർ കഴിഞ്ഞ് അവിടെ അങ്ങനെയാണ്, ആ മുറി കൂളർ, എ സി ഒന്നുമില്ല, കൂളർ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് ഈ അറക്കം കറക്കുന്ന ടെലിഫോണും ഈ ടൈപ്പ് റൈറ്ററുമാണ്. അത് 2 പേരിലുകൊണ്ട് അടിക്കുക. അപ്പോൾ വൈകിട്ട് അവിടെ വലിയ സദസ്സായിരിക്കും. ടി വി ഹർഷേനായി, വി കെ മാധവൻകുട്ടി, ടി എൻ ഗോപകുമാർ, പിന്നെ ബംഗാളികളായിട്ടുള്ള നന്ദിദാദ, കുമാർ സാബ്, ഇങ്ങനെ വലിയ ജേർണലിസ്റ്റുകളുടെ ഒരു സമ്മേളന സ്ഥലമാണത്. അപ്പോൾ നരേന്ദ്ര സാർ അങ്ങനെ പുറത്തിറങ്ങാറില്ല. അതേസമയം അദ്ദേഹം അന്നത്തെ സ്കൂപ്പൊക്കെ, അന്ന് കേരള കൗമുദിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ പ്രധാനപ്പെട്ട സ്കൂപ്പ് തലയിൽ വെച്ച് അടിച്ചുകൊണ്ട് തന്നെ ഈ ആരാധകർക്കും ശിഷ്യന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അതിൻ്റെ ചെറിയ വശങ്ങൾ ഇദ്ദേഹം കൊടുക്കും. അപ്പോ അങ്ങനെ ഇടക്ക് നരേന്ദ്ര സാറിൻ്റെ വക ചില തമാശകളും ഒക്കെ കാണാം. പിന്നെ കാർട്ടൂണിസ്റ്റ് കുട്ടി അന്ന് അവിടെ വരും, നരേന്ദ്ര സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് കഴിഞ്ഞുകൂടാനുള്ള, വൈകിട്ട് പ്രസ് ക്ലബിലൊക്കെ പോകുമ്പോൾ മറ്റു സുഹൃത്തുക്കളെ, പൊട്ടിയം ഗോപകുമാറിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നതിനൊരു പരിധിയില്ല. പിന്നെ നിത്യച്ചെലവുകളും കഴിഞ്ഞു പോകണം. അപ്പോഴാണ് അവിടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലോയിഡ് തുടങ്ങാൻ വേണ്ടി ആലോചന വരുന്നു. അപ്പോൾ അങ്ങനെ ആലോചന വന്നപ്പോൾ ടി വി കുഞ്ഞികൃഷ്ണനാണ് എഡിറ്റർ, ടി വി കെ മാഷ് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ടി വി കെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു, മഹാത്മാഗാന്ധിയെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്. പിന്നെ അന്വേഷണം, മദ്രാസിൽ മലയാള സാഹിത്യത്തെ തന്നെ മാറ്റിമറിച്ച അന്വേഷണത്തിൻ്റെ എഡിറ്ററായിരുന്നു, ഗോവിന്ദൻ്റെ സുഹൃത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലം കൈയായിട്ട് ഒരു അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടൊരു ജോലി കിട്ടുന്നു. അങ്ങനെ കാര്യമായ ശമ്പളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അതായിരുന്നില്ല. പിന്നെ ഒരുപാട് ഒഴിവ് സമയം കിട്ടും. ടാബ്ലോയിഡ്, വീക്കിലി ടാബ്ലോയിഡ് ആയതുകൊണ്ട് ശനിയും ഞായറും കാര്യമായി പ്രവർത്തിച്ചാൽ മതി, അവിടെ പോയിട്ട് പ്രസ്സിലൊക്കെ ഇരുന്നിട്ട്. ബാക്കി ദിവസങ്ങൾ ഇതിലൊക്കെ വേണ്ട മാറ്ററുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നരേന്ദ്ര സാറിനോട് പറഞ്ഞ പോലെ, നരേന്ദ്ര സാർ ഏതെങ്കിലും ഒരു
സ്കൂപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരും. അത് ഇംഗ്ലീഷിലേ അദ്ദേഹം എഴുതുള്ളൂ. അപ്പം അത് തർജ്ജമ ചെയ്ത് ഒരു പ്രധാന വാർത്ത. ബാക്കിയൊക്കെ സക്കറിയയുടെ കോളം, ചെറിയ കാര്യമൊന്നുമല്ലല്ലോ, ഒ വി വിജയന്റെ കോളം ദില്ലിയിൽ നിന്ന്. അപ്പൊ അന്ന് ഒ വി വിജയൻ കുഞ്ഞികൃഷ്ണൻ പ്രിയ സുഹൃത്തായിട്ട് പോലും ആവശ്യപ്പെട്ടത് ഒരു കോളത്തിന് 500 രൂപയാണ്. 500 രൂപ ഇന്നത്തെ ഒരു 50,000 രൂപയുടെ വിലയുണ്ട്. കാരണം അന്ന് വിൽസിന് 5 രൂപയാണ്, ഇപ്പൊ 120 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ കുറച്ചു കാലം നിൽക്കാറില്ല. ഞാൻ പറഞ്ഞത്, അപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകും. ചിലപ്പോഴൊക്കെ അദ്ദേഹം വളരെ രസകരമാണല്ലോ ഒ വിജയന്റെ രീതിയൊക്കെ. രത്നാകരൻ ഞാൻ എഴുതി വെച്ചിരുന്നു, പക്ഷെ ഈ പുസ്തി അത് മാന്തിപ്പറിച്ചോ, നന്നായിട്ടുണ്ടാവില്ല, ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു തരും. അത് പറയുക എന്ന് വെച്ചാൽ അസാധാരണമാണത്. കാരണം കൊട്ടേഷൻ സ്റ്റാർട്ട്, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം, ക്ലോസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തരിക. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞിട്ട് ആത്മപ്രശംസ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ മലയാളം എഴുതാൻ എനിക്ക് അറിയാമല്ലോ, കാരണം അതിൽ തെറ്റുണ്ടാവില്ല. അദ്ദേഹത്തിന് പല കേട്ടെഴുത്തുകാരുമായിട്ട് ദുരനുഭവം, ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, ശരിയല്ല. അപ്പൊ വിജയമാഷ് തന്നെ എന്നോട് തമാശയായിട്ട് പറഞ്ഞത്, അപ്പോൾ ഒരാളെ ഞാൻ കൈക്ക് വലിയ പാർക്കിൻസൺ തുടങ്ങിയിരുന്നു. അപ്പോൾ അയാളെ കൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു. അതൊരു ഓണപ്പതിപ്പിന് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും സൗഹൃദത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് എഴുതിയതാണ്. പിന്നെ കുറച്ച് പൈസക്കും ആവശ്യമുണ്ടായിരുന്നു. മധു കുറച്ച് പൈസ വേണം, മകൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം 3-ാം നാൾ ഈ കേട്ടെഴുത്തുകാരൻ ഒരു കഥയുമായിട്ട് വന്നിട്ട്, സാർ ഈ കഥ ഒന്ന് വായിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്, അങ്ങനെ അവനെ പിരിച്ചു വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആ മലയാളമൊക്കെ എഴുതാൻ അറിയാമല്ലോ എന്നെ കളിയാക്കിയത്. കാരണം അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പല അനുഭവങ്ങൾ, വിശേഷിച്ചും നരേന്ദ്ര സാറിൻ്റെ ലെജൻഡറി എന്നൊക്കെ പറയാവുന്ന പത്രപ്രവർത്തനത്തിലെ പല കഥകളും കേൾക്കുന്നു. ഉദാഹരണത്തിന് EMS മിനിസ്ട്രിയെ പിരിച്ചുവിടുന്ന സമയത്ത് അന്ന് സാറ് പറഞ്ഞറിയുന്നതല്ല, സാറതൊന്നും പറയാറില്ല. അപ്പൊ ഭഗവത് ജാ ആസാദിന്റെ റൂമിലാണ്. അപ്പൊ അന്ന് ഫ്രീ പ്രസ് ജേണലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആസാദിനൊരു ഫോൺ വരുമ്പോൾ അകത്ത മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ ഡയറക്റ്റ് യു ടു ഡിസ്മിസ് EMS മിനിസ്ട്രി. അപ്പോൾ ഇത് ഇദ്ദേഹം ഒളിഞ്ഞു കേട്ടിട്ട് സ്കൂപ്പ് അടിക്കുകയാണ്. ഫ്രീ പ്രസ് ജേണലിലെ ഹെഡ്ലൈനായിരുന്നു. അപ്പൊ ഇത് വലിയൊരു അപ്രോർ ഉണ്ടാക്കി. ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ്, അവരുടെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു. നെഹ്റുവിന് ഒരു എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ എങ്ങനെയാണ് ഡിസ്മിസ് ചെയ്യുക എന്നുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോഷ്യലിസ്റ്റുമായിരുന്നു. പിന്നീട് ഇപ്പം ഭരണഘടനാപരമായിട്ട് AKGയെ പ്രതിപക്ഷ നേതാവാക്കേണ്ടതില്ല, അത്രയും സീറ്റുകൾ AKGക്ക് ഇല്ലാഞ്ഞിട്ട് പോലും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുകയും ചെയ്ത ഒരാളാണ്. പിന്നെ AKGയുടെ പ്രസംഗം ഏത് സമയത്തും ശ്രദ്ധിക്കുകയും നോട്ട്സ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇന്നത്തെ പോലെ പ്രസ് കോൺഫറൻസ് ഇല്ലാത്ത സ്വച്ഛാധിപത്യ കാലമൊന്നും അല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ഒരു പീരീഡിൽ മാത്രം അവർക്ക് ഉപദേശം കേട്ടോ അല്ലാതെ ഒരു സ്വച്ഛാധിപത്യ പ്രവണത ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ, അവർ ആത്യന്തികമായിട്ട് വളരെ സെക്കുലർ ആയിട്ടുള്ളൊരു വലിയൊരു ഇന്ത്യൻ നേതാവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആളുകൾക്ക് വിയോജിപ്പുണ്ടാക്കാം, അത് വേറെ കാര്യം. അപ്പോൾ ഹു ഈസ് ദ ഫ്രീ പ്രസ് മാൻ ഹിയർ എന്ന് പറഞ്ഞത് നരേന്ദ്ര സാർ കുറിയ മനുഷ്യർ എഴുന്നേറ്റു, ഒന്ന് രൂക്ഷമായി നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ അവർക്ക് ആ മിടുക്കിലൊരു അംഗീകാരം ഉണ്ടായിരുന്നു. പിന്നെ നരേന്ദ്ര സാറിന് വളരെ വ്യക്തിപരമായിട്ടും അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കും ഇന്ദിരാഗാന്ധിക്ക് ധാരാളം തലമുടിയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു ദിവസം ബോബ് ചെയ്ത് കണ്ടു ഒരു പത്രസമ്മേളനത്തിൽ. മാഡം, വൈ ഡിഡ് യു ബോബ് യുവർ ഹെയർ? ഓ മിസ്റ്റർ നായർ, ഐ ഹാഡ് എ പെയിൻ ഹിയർ. ഇത്രയും വളരെ ഒരു ചേച്ചിയോടോ ഒക്കെ സംസാരിക്കാവുന്ന രീതിയിലുള്ള സൗഹൃദം പുലർത്തിയിട്ടുള്ള ആളായിരുന്നു. പിന്നെ അസാമാന്യമായിട്ടുള്ള ഫലിത ബോധമുണ്ടായിരുന്നു. പൊതുവെ മറ്റ് ചില ജേർണലിസ്റ്റുകളെയൊക്കെ കളിയാക്കും. അയാൾ ഇവിടുന്ന് ഒരു പ്രീമിയർ പത്മിനി, അതായിരുന്നു അന്നത്തെ, ഒന്ന് ഇന്ത്യ ഗേറ്റ് വഴി ചുറ്റി വന്നിട്ട് പിന്നെ അടിക്കുക പ്രൈം മിനിസ്റ്റർ ടോൾ ബി എന്നൊക്കെ. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഗുരു എന്നുള്ള പേരിലൊരു ഓർമ്മക്കുറിപ്പോ അതെനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു മുഹൂർത്തം. ഞാൻ നാട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഉത്തർപ്രദേശിൻ്റെ ഓഫീസിൽ നിന്ന് സാറ് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് അറിഞ്ഞു. അപ്പം അന്ന് സാറിനെ വിളിച്ചു, നമ്പർ കിട്ടി, ഡൽഹിയിൽ നിന്ന് നമ്പർ. സാറിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കാക്ക എന്ന് പറഞ്ഞിട്ട് ഒരു നേപ്പാളിയാണ്. അപ്പോൾ കിട്ടി ഇവിടുന്ന് ഫോൺ. അപ്പോൾ അനിയ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുശലം ചോദിച്ചു. അപ്പോൾ സാറ് എപ്പോഴും തിരിച്ചു പോകുക? അല്ല, ഞാൻ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയതാണ്, പെട്ടെന്ന് പോകണം. അപ്പം ഞാനൊന്ന് ശംഖുമുഖത്തൊക്കെ പോയിട്ട് സൂര്യഭഗവാനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുതിട്ട് വരാം. ക്ഷേത്രമൊന്നുമല്ല പറഞ്ഞു കേട്ടോ, സൂര്യഭഗവാനൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം അദ്ദേഹം മരിക്കുന്നു. സൂര്യഭഗവാനെ കണ്ടതില്ല. അത് എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. അപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരു ആത്മകഥ എഴുതാനൊക്കെ ഞങ്ങൾ തനിച്ചാവുന്ന സമയത്തൊക്കെ, അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു തന്നാൽ മതി, ഞാൻ കേട്ട് എഴുതാം. അത് അനിയെ ഞാനൊരു 10-60 പേജ് എഴുതി ഓരോ ദിവസം 2 പേജ് കീറിക്കളയുന്നു. അത് ഇല്ല, സ്വയം ഇല്ലാതായി. അങ്ങനെ ഒരു സെൽഫ് എഫേസീവായിട്ടുള്ളൊരു വലിയ മനുഷ്യനായിരുന്നു. പോട്ടെ. അങ്ങനെ ഈ ന്യൂഡൽഹിയിൽ നിന്ന് അന്ന് സോവിയറ്റ് യൂണിയൻ വീഴുന്ന കാലമാണ്. ഒരു വശത്ത് ഒ വിജയൻ്റെ വളരെ സന്തോഷം, ഹിലാരിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വീഴ്ചയെ ആഘോഷിക്കുന്നു. മറുവശത്ത് EMSനെ ന്യൂഡൽഹിയിൽ നിന്ന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. അപ്പോൾ പല മലയാള പത്രങ്ങൾക്കും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. പക്ഷെ TV കുഞ്ഞികൃഷ്ണനായിട്ട് ഒരടുപ്പമുള്ളത് കൊണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ TVKയോടൊപ്പം തന്നെ ചെല്ലുന്ന ഞാനാണ് എഴുതിയെടുക്കുന്നത്. അപ്പോഴാണ് പറയുന്നതും സോവിയറ്റ് യൂണിയൻ്റെ ഈ പതനം, ഗോർബച്ചേവിൻ്റെ പതനം ചോദിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ത്രികാലജ്ഞാനികളല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ന്യൂഡൽഹിയിൽ നിന്നൊരു കവർ സ്റ്റോറി ആയിട്ട് മെയിൻ ഹെഡ്ലൈൻ, അത് കേരളത്തിലെ പത്രങ്ങളൊക്കെ, എല്ലാ പത്രങ്ങളും അവിടെ കിട്ടുമല്ലോ, അത് കോട്ട് ചെയ്തതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ചൈനയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയൊക്കെ ന്യായീകരിച്ചതും ഗോവിന്ദപിള്ള വിയോജിച്ചതും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് MPhilൊക്കെ കഴിഞ്ഞ ഒരു ഡോക്ടറൽ തീസീസിനൊക്കെ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഒരു സ്ഥിരമായൊരു ജോലി വേണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോഴാണ് ഇന്ത്യ ടുഡേ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ ടുഡേ തുടങ്ങിയപ്പോൾ സക്കറിയായിരുന്നു അതിൻ്റെ അനൗദ്യോഗിക ഉപദേഷ്ടാവ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, കാരണം അദ്ദേഹം പറഞ്ഞാൽ അപ്പം തന്നെ ജോലി കിട്ടും. അപ്പം അത് വേണ്ട, നമുക്ക് കിട്ടുമെങ്കിൽ നോക്കാമല്ലോ. പക്ഷെ അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് ജോലി തന്നതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. കാരണം എല്ലാ ദിവസവും ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രസ് ക്ലബിലായിട്ടോ അല്ലെങ്കിൽ കാണുന്ന ഒരാളോട് എനിക്കൊരു ജോലി വേണമെന്ന് ശുപാർശ ചെയ്യാൻ എനിക്കൊരു മടിയായിരുന്നു. അല്ല, നന്നായി എന്നും തോന്നുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശ കൊണ്ട് ജോലി കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ മദ്രാസിലേക്ക് പറിച്ചു നടന്നു. അത് മദ്രാസ് പിന്നെ വേറൊരു ലോകമാണല്ലോ. VS ജോസഫും ശ്രീനിവാസനാണ് കോപ്പി എഡിറ്റേഴ്സായിട്ട്, സുന്ദർദാസ്. അപ്പം അന്ന് അതൊരു ഹിറ്റായിരുന്നു. ഒരു 4 ലക്ഷം കോപ്പി വരെയൊക്കെ ദ്വൈവാരികയായിരുന്നു. വലിയ തരത്തിലുള്ള ജോലി ഭാരമില്ല. പിന്നെ അധികവും
ജോലി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വരുന്ന കോപ്പികൾ തർജ്ജമ ചെയ്യുക, പിന്നെ അതൊന്നല്ല ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ്, അതിനൊക്കെ ഫോട്ടോഗ്രാഫ്സിനും ഒരു വലിയ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നല്ലോ. പിന്നെ വല്ലപ്പോഴും 2 ദിവസത്തേക്ക് ഒരിക്കലൊക്കെ ഒരു 10 ദിവസം കേരളം മുഴുവൻ റിപ്പോർട്ടിങ്ങിന് കറങ്ങാനായിട്ടുള്ള, ഇവിടെ ഇപ്പോൾ ജേക്കബ് ജോർജ് ഉണ്ടെങ്കിലും ജേക്കബ് ജോർജ് പ്രധാനമായിട്ടും ഇവിടുത്തെ പൊളിറ്റിക്സ് നോക്കിയത് കൊണ്ട് അത്തരം, പിന്നെ കൾച്ചർ അങ്ങനെ ജേക്കബ് ജോർജിന്റെ മുഖ്യ താല്പര്യമായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ വരും. ചില പ്രൊഫൈല് VKനെ കാണാൻ പോകും, സുമർ അഴീക്കോട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒക്കെ വരും, പൾസൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ വരും. പിന്നെ ചില കൗതുക വാർത്തകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ധാരാളം പങ്ക്തികൾ ഉണ്ടായിരുന്നു, പുസ്തക സംബന്ധമായിട്ടുള്ള വാർത്തകൾ. അപ്പോൾ ആ സമയത്ത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്, ആ സമയത്ത് മാഹിയിൽ നാരാ കൊല്ലേരി എന്ന് പറഞ്ഞിട്ട് വലിയ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഹോളിവുഡിനൊക്കെ ഓസ്കർ പോലെ ഉള്ള ഒരു അവാർഡാണ് സീസർ അവാർഡ്. ഈ സീസർ അവാർഡ് ശബ്ദലേഖനത്തിന് കിട്ടിയ ആളാണ് നാരായണൻ വലിയ കൊല്ലേരി. അപ്പോൾ അവിടെ നാരാ കൊല്ലേരി. അപ്പോൾ അദ്ദേഹത്തെ മാഹി ഇന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോടും വലിയ ഇഷ്ടം തോന്നുന്നു. കാരണം അദ്ദേഹം വർക്ക് ചെയ്ത സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫിലിം സ്റ്റേറ്റുകളിൽ നിന്ന്. പിന്നെ ഫ്രഞ്ചുകാർ സിനിമ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, സിനിമയിലെ മാസ്റ്റേഴ്സിൽ മുക്കാലും അവിടെയാണല്ലോ, ഗോദാർദ് വരെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കും, അവിടെ തന്നെ താമസിക്കും. അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഫീച്ചർ എഴുതുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ, മാഹി ചെന്നപ്പം, ഞാൻ ഇങ്ങനെ തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെ പോയി. അപ്പോൾ എനിക്ക് ചങ്ങമ്പുഴയുടെയും കുഞ്ഞിരാമൻ നായരുടെയൊക്കെ കവിത വേണ്ടിയിരുന്നു. പാരീസിൽ പോകുമ്പോൾ കൊണ്ടുപോയി വായിക്കാൻ. അയാൾ 50-ൽ പാരീസിൽ പോയ ആളാണ്. 64 കൊല്ലം അവിടെ ജീവിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അവിടുന്ന് ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ പറഞ്ഞു, ഇല്ല അതൊന്നും കിട്ടാനില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ കവികളുടെ പുസ്തകം കിട്ടാത്ത ഒരു കേരളത്തിലേക്ക് ഞാൻ എന്തിനാ വരുന്നത്. അദ്ദേഹം തമാശ പറയുകയായിരുന്നില്ല, ആ രീതിയിൽ അദ്ദേഹം കണ്ണീരൊക്കെ വരുന്ന പോലെയാണ്. വടക്കം പാട്ടുകൾ ഞാനെന്തോ സംഘടിപ്പിച്ചിട്ട് പിന്നെ കൊടുത്തയച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള അതൊക്കെയാണ്. ഭാഷയും അങ്ങനെയാണ്. ഫ്രഞ്ചും ആ കാലത്ത് മലയാളവും മാത്രമേ പറയുള്ളൂ. ഇംഗ്ലീഷിലെ ഒറ്റ വാക്ക് പോലും 10 മണിക്കൂർ സംസാരിച്ചാലും നമുക്ക് പിടിക്കാൻ കിട്ടില്ല. കാരണം അങ്ങനെ ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് കൈപിടിച്ചാൽ ആ മേഴ്സി, താങ്ക് യു എന്നല്ല പറയുക, സ്വാഭാവികം. ഫ്രാൻസിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ത്യ ടുഡേയിൽ കുഞ്ഞിരാമൻ നായരുടെ ഈ കവിത കിട്ടാത്തത് വലിയൊരു, അത് എനിക്കത് അത്ര ബാധിച്ചിട്ടില്ല. കാരണം നമുക്കത് പഴയ ചില കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ കാസർഗോഡ് നിന്ന് തന്നെ 1-2 വോളിയൊക്കെ ഈ അഹമ്മദ് മാഷാണ് ഇറക്കിയത്. അപ്പോൾ കുഞ്ഞിരാമൻ നായരുടെ കൃതി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിപ്പോർട്ട് ഇന്ത്യ ടുഡേയിൽ ചെയ്തു. അപ്പോൾ ആ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്ര മാഷ്, മകള്, മറ്റൊരു ഭാര്യയിലുള്ള മകള് ബാലാമണി എന്ന് പറഞ്ഞിട്ട് അവിടെ ലക്കിടിയിലുള്ളൊരു ബന്ധത്തിലെ ഒരു പെൺകുട്ടി, ഇവരെയൊക്കെ കാണുന്നു. അപ്പോൾ DC കിഴക്കേ മുറി ജീവിച്ചിരിപ്പുള്ള കാലമാണ്. DC പോയി കണ്ടു. അപ്പോൾ DC പറഞ്ഞു, ഞങ്ങളെപ്പോഴും തയ്യാർ, 2 വോളിയായിട്ട് ഗദ്യവും പദ്യവും വരണം, പക്ഷെ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കും? കുടുംബം അത്രയും വിസ്തൃതമായതുകൊണ്ട് അവർ തമ്മിൽ ഉള്ള വഴക്കുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ മുൻകൈ എടുത്ത് രവീന്ദ്ര മകൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി അവിടെ വിളിച്ചു ചേർത്ത്, ഇവർക്കൊക്കെ ഇത്ര ശതമാനം എന്നൊക്കെ അവരിൽ നിന്ന് ഒപ്പൊക്കെ വാങ്ങി DCക്ക് കൊണ്ടു കൊടുത്ത്, AK നമ്പ്യാർ എന്നുള്ളൊരു പണ്ഡിതനെ എഡിറ്ററാക്കിയിട്ട് 2 വോളിയം വന്നു, വലിയ ബൃഹത് വോളിയം. അപ്പോൾ അതിന് ഒരു ഉൽപ്രേരകമാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് DC വലിയ രീതിയിൽ ഇറക്കി, വലിയ പ്രകാശന ചടങ്ങുമൊക്കെ ആയിരുന്നു.
ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ സാംസ്കാരികമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിലാണ് ഇന്ത്യ ടുഡേയിലും ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ പൊതുവെ നമ്മളുടെ അവിടുത്തെ ഇന്ത്യ ടുഡേയിലെ സ്റ്റാഫ് പറയും രത്നാകരന് രാഷ്ട്രീയം അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞത് നന്നായി, ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം അറിയുള്ളൂ എന്നാണ്. വെറുതെ കുസൃതിയാണ്. അപ്പൊ അവിടെ സുന്ദർദാസ് ഒക്കെ അവിടുത്തെ ഒരു വലിയ നട്ടല്ലായിരുന്നു. ഇന്ത്യ ടുഡേയുടെ ഒക്കെ പ്രത്യേക പതിപ്പുകൾ ഞങ്ങൾ സ്വർണ്ണ പതിപ്പ് എന്നാ പറയുക. അത് ഇന്ത്യ ടുഡേതൊക്കെ സ്വർണ്ണലിപികളിൽ അടിച്ച് അതൊക്കെ മലയാള സാഹിത്യത്തില് ഒരു ഒരു ഘട്ടത്തില് ഒരു സാഹിത്യ മാസിക എന്നുള്ള രീതിയിലും അതിന് വലിയൊരു പേരുണ്ടായി. സ്പെഷ്യൽ പതിപ്പുകൾ വിശേഷിച്ചും അന്ന് MT വാസുദേവൻ നായർ 2 കഥകൾ, ഒന്ന് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പിന്നെ ഷെർലക്ക്, ഈ 2 പ്രശസ്ത കഥകളും ഇന്ത്യ ടുഡേക്കാണ് തന്നത്. ടി പത്മനാഭൻ അവിടുത്തെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. പിന്നെ ശ്രീരാമേട്ടൻ, CV ശ്രീരാമൻ വന്നു കഴിഞ്ഞാൽ ഒരു കഥയും കൊണ്ടാണ് വരിക. പലപ്പോഴും 1-2 കഥകൾ എഴുതിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നാണ്, അവിടുത്തെ നങ്കനെല്ലൂരിലെ താമസ സ്ഥലത്ത് നിന്ന്. ഞാൻ രാത്രി ഞങ്ങൾ ഉല്ലസിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വലിയ ആൻഡമാനിലും കൽക്കട്ടയിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ കേട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഒരു കഥ പൂർത്തിയായിട്ടുണ്ടാവും. അത് വളരെ അനായാസമായിട്ട് എഴുതുന്നൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കഥകൾ ഓളം വെട്ടുകയാണെന്ന് പറയില്ലേ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പം അത് വലിയൊരു അനുഭവമായിരുന്നു ഇന്ത്യ ടുഡേയുടെ കാലം. പിന്നെ അന്ന് തിരുവനന്തപുരത്തൊക്കെ വന്ന് ഇവിടെ തൊട്ടടുത്ത് കാർത്തികയിലാണ് താമസിക്കുക സുഹൃത്തുക്കളെ. ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് സൗത്ത് പാർക്കിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അതിലൊന്നും നമുക്ക് ഭാഗ്യമുണ്ടാവില്ല. അപ്പോൾ അബു എബ്രഹാമിനെ പോയി കണ്ട അഭിമുഖം നടത്തിയത് ഗോവിന്ദപിള്ള. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഗോവിന്ദപിള്ളയായിട്ട് എനിക്ക് രാധാകൃഷ്ണനൊക്കെ ഉണ്ടെങ്കിലും എനിക്കത്ര പരിചയമില്ല. അപ്പം ചിന്തരവിയേട്ടൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ TN ഗോപകുമാറിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുക. അപ്പം രവിയേട്ടനെ മുമ്പേ വിളിച്ചു പറഞ്ഞു രവിയേട്ടനെ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു രാവിലെ നമുക്ക് പോവാം, അപ്പോഴേ PG-നെ കിട്ടുള്ളൂ, നടന്നു വന്നിട്ട് വീട്ടിലിരിപ്പുണ്ടാവും. അപ്പോൾ ഞാൻ തലേസേ വന്നവിടെ തങ്ങി രവിയേട്ടനായിട്ട് പോയി. അപ്പോൾ രവിയേട്ടന് വലിയ കാര്യമാണ് PG-ക്ക് ചിന്തയും ഒക്കെ ഒരു താത്വിക പ്രസിദ്ധീകരണമാക്കി മാറ്റിയതിൻ്റെ ഒരു ശില്പിയും കൂടിയാണല്ലോ. രവിയേട്ടൻ തന്നെ പറയുന്ന പോലെ അത് പണ്ടൊരു പഞ്ചാംഗം പോലെ ആയിരുന്നു. അതിന് ഒരു പൊളിറ്റിക്കൽ ഡയലോഗ്സിന് പ്രാപ്തമാക്കാൻ പറ്റി. അപ്പോൾ അന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു, 96. അതെ. അപ്പം ഞാൻ PG-യോട് ചോദിച്ചു, എന്നെ പരിചയപ്പെടുത്തി രവിയേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ബുദ്ധിജീവികളും തെരഞ്ഞെടുപ്പെന്നാണ് ഒരു വിഷയം. അത് കേരളം ഉടനീളം കുറച്ച് പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ സാറിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് റിസർവേഷൻസ് അബൌട്ട് വാട്ട് യു കോൾ ഇൻ്റലക്ച്വൽസ്. ഇവർ ഇത്ര കേമന്മാരാണെങ്കിൽ സ്റ്റാലിൻ പറയുമ്പോൾ മലക്കം മറിയുന്നത് എന്തിനാണ്? എന്നിട്ട് സ്റ്റാലിനെ ഭയന്ന് രാഷ്ട്രീയ തീരുമാനങ്ങൾ തിരുത്തിയ വലിയ ലൂക്കാച്ചടക്കമുള്ള ചിന്തകന്മാരെയൊക്കെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പം അപ്പോഴും തന്നെ അദ്ദേഹം ഈ ടിയാനൻമെൻ പ്രശ്നത്തിൽ പാർട്ടിയുടെ ശാസന കേട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവസാനം ചോദിച്ചു, സഖാവേ എനിക്കിത് എഴുതാമോ? വൈ നോട്ട്? എന്നോട് ചൂടായി. ഞാനിത് എഴുതാൻ വേണ്ടി തന്നെയാണ് സ്റ്റാലിനെതിരെയുള്ള ആക്രമണമായിരുന്നു അത്. അതിലൊക്കെ എനിക്ക് അദ്ദേഹത്തോട് നമുക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു, ഈ പാർട്ടിയോടുള്ള അമിത വിധേയത്വം. എന്നാൽ ടിയാനൻമെനോട് അതല്ലെന്ന് തോന്നിയെങ്കിലും പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു റിബൽ, ഒരു കലാപകാരി ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. അല്ലെങ്കിൽ ഞാനത് അദ്ദേഹം രണ്ടാമത് പറഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് അദ്ദേഹത്തെ ഒരു കുടുക്കിൽ, അതൊരു എക്സ്ക്ലൂസീവ് ആണെങ്കിലും ഞാനത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാർട്ടിയുടെ ഒരു ഐഡലോഗ് എന്നുള്ള രീതിയിൽ. പക്ഷെ പാർട്ടിയും അദ്ദേഹത്തോട്
അദ്ദേഹത്തെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ഇരിക്കാവുന്ന വലിയ ഒരു പ്രതിഭയല്ലേ അദ്ദേഹം. അതൊന്നും പാർട്ടി ചെയ്തില്ല. പിന്നെ ഉള്ള കാലത്തൊക്കെ എംഎസിന്റെ ഒരു ബാക്കിംഗ് ഉള്ളത് കൊണ്ട് പുറത്തായില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലഘട്ടം. ഈ ഇന്ത്യ ടുഡേയിൽ ഉണ്ടാവുന്ന കാലത്ത് പ്രധാനമായിട്ടും പലപ്പോഴും ഈ ഒരു അഖില കേരള പര്യടനം കമ്പനി ചെലവിൽ തന്നെ സാധിക്കുമായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഒരു യാത്രയിൽ ഒരു 10-15 റിപ്പോർട്ട്, ചെറുതും വലുതും ആയിട്ടുള്ളതും പല വിഭാഗങ്ങളിൽ പെടുന്നതും ഒക്കെ ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു പെട്ടെന്ന് ഓർമ്മ വന്നത് VKNന്റെ ഒരു പ്രൊഫൈല് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവൻ 24 തന്നെ ചെയ്യൂ. അങ്ങനെ ഒരു എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ വളരെ സന്തോഷകരമായിട്ട് ഏറ്റെടുത്തു. കാരണം VKN നമുക്ക് ഹൃദയസ്ഥാണല്ലോ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ ചെയ്ത് തൃശ്ശൂരെത്തി. അപ്പോൾ ദേശാഭിമാനിയിൽ അന്നുണ്ടായിരുന്ന രവിവർമ്മ മരിച്ചുപോയി, പാവം, പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു, സദ്വാർത്തയിലും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചാണ് രവിവർമ്മ. ഞാൻ പറയാം. അപ്പോൾ രവിയെ എനിക്ക് ഒറ്റയ്ക്ക് തനിച്ച്, അപ്പം എൻ്റെ കൂടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു വലിയ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ചന്ദ്രമോഹനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രമോഹനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് വെച്ച് രവിവർമ്മയെയും കൂട്ടി. അപ്പോൾ തൃശ്ശൂരെത്തി. അവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ മറ്റേ റൂമെടുത്തു, മണപ്പാട്. അപ്പം അത് കഴിഞ്ഞ് രാവിലെ രവിവർമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ രവിവർമ്മ VKNൽ വളരെ ഹൃദയസ്ഥായിട്ടുള്ള ഒരാളാണ്, എന്നെക്കാളും ഒരു പക്ഷേ എന്ന് തന്നെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അപ്പോൾ അവനൊരു സത്യം പറഞ്ഞു. സദ്വാർത്തയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിൽ പലരെയും VKN അറിയാമായിരുന്നു. അപ്പോൾ ഒരു നോവൽ VKN കൊടുത്തു. പ്രതിഫലമൊന്നും വേണ്ട, അതൊക്കെ അത്ഭുതകരമാണ്. പ്രതിഫലം വേണ്ട, നമ്പൂതിരി വരക്കണം ഈ കണ്ടീഷനിൽ. അപ്പോൾ ഇത് രവിവർമ്മയും ഒരു ദിവസം പോയിട്ട് ആ നോവൽ സ്വീകരിച്ച്, കയ്യെഴുത്ത് പ്രതി സ്വീകരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ നമ്പൂതിരി അങ്ങനെ. അപ്പോൾ അതിന് അവിടെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ അത് പൂട്ടിപ്പോകാനുള്ളൊരു വക്കിലായിരുന്നു. അവസാനം അത് പൂട്ടിപ്പോവുകയും ചെയ്തു, പത്രം പൂട്ടിപ്പോവുകയും ചെയ്തു. നോവലിനെ കുറിച്ചൊരു പിടിപാട് ഇവിടെ ഇല്ല. അപ്പം രവിവർമ്മയെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് VKN. അപ്പം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു എത്ര കാലം മുമ്പ്, 5-6 കൊല്ലമായില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരാളെ ഓർത്തിരിക്കലാണോ പണി? അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട് രവിയുടെ കൂടെ പോവുക. അപ്പോൾ ഒരു ചന്ദ്രമോഹനുമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അകൽച്ചയല്ല, ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ, നമുക്ക് അധികം അറിയാത്തൊരു സുഹൃത്ത്. ഇപ്പോൾ കോളം പ്രദീപിൻ്റെ ചേട്ടനാണ്, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. രവിവർമ്മയായിട്ട് ഒപ്പം ഉണ്ടായി പോകുന്നത് പോലെ അല്ലല്ലോ. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് കൂട്ടി അവിടെ ചെന്നു. VKNനും അപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്കെ നോക്കിയിരുന്നത് ഇന്ത്യ ടുഡേയിൽ. അപ്പോൾ ചിലപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള കത്തൊക്കെ വരും. വിശേഷാൽ പ്രതി ഇറങ്ങിയെന്ന് കേട്ടു, ആ പ്രതി ഈ പ്രതിക്ക് ഒന്നയച്ചു തരുമോ പറഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നാണ് അതിൻ്റെ മലയാളം. അല്ലെങ്കിൽ ഇവിടെ 2 എഴുത്തുകാർ വന്നിരുന്നു, അവർക്ക് 1500 രൂപ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് 1000 രൂപയാണ് കിട്ടിയത്, ഞാനെന്താ വൃദ്ധ സാഹിത്യകാരനായതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കോളമായിരുന്നു ഇത്. ഓരോ കോളത്തിന് ഇത്ര, കഥക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ചില അതിനൊരു മെത്തേഡ് ഉണ്ട്. അത് പാലിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ VKN ആരെങ്കിലും കുറച്ച് പൈസ കൊടുക്കുമോ? ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഒരു പ്രൊഫൈലിനുള്ള രീതിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ്, അപ്പോൾ മദ്രാസിൽ നിന്നാണോ വരുന്നത്? അതെ. അപ്പം ഞാൻ രവിവർമ്മയെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പേര് കൊണ്ടറിയാം, അതിന് മുമ്പും അറിയാം. ഞാനതൊരു പ്രസാധകനായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. VKNന്റെ കാവി ഞാനാണ് പ്രസിദ്ധീകരിച്ചത്. അത് വേറൊരു കഥയാണ്.
അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ രവിവർമ്മയെ പറയാമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ രവി വർമ്മ പറഞ്ഞു, ഞാൻ സുധാകരൻ മദ്രാസിൽ 26 ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ ഒരു മൂളലും മൂളി. പക്ഷെ നമ്മൾ എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. ഡൽഹി കാലവും ഒക്കെ പറയുന്ന കാലമായിരുന്നു. ഒക്ടാവിയോ പാസിനെ കണ്ടതും ഡൽഹിയിൽ ജയസ്വാമിനാഥൻ, പെയിൻറ്റേഴ്സ്, സുഹൃത്തുക്കൾ, പഞ്ചമാസിക, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം ഒരു കൈക്കുടുന്നതിൽ വരുമല്ലോ. പൊട്ടിച്ചിരിക്കുന്നു. എന്നെയും ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറയുന്നതൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് പിന്നെ കളർ ട്രാൻസ്പെറൻസിയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അത് പറമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ചില ആരാധകരായിട്ടുള്ള നാട്ടുകാർ, ചാമി, അങ്ങനെയൊക്കെയുള്ള പല കഥാപാത്രങ്ങളും വരുന്നുണ്ട്. പിന്നെ ഭാര്യ എൻ്റെ തറവാട്ടുകാരിയാണ്, കോടത്ത് തറവാട്ടുകാരിയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടവും കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് ചായയൊക്കെ ഇടക്കിടക്ക് തരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. വിജയൻ തലശ്ശേരിയിൽ കുറച്ചു കാലം ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ കല്യാണമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു കണക്ഷൻ. അപ്പോൾ ഇതൊക്കെ ആയി കഴിഞ്ഞ് ഇരുട്ടി. അപ്പോൾ ഒരു കാറ് പിടിച്ചിട്ടാണ് വന്നത്. അപ്പം നേരെ യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് വിജയൻ പറഞ്ഞു, വർമ്മ അച്ഛനും സുഖം തന്നെയല്ലേ? എൻ്റെ അന്വേഷണം പറയണം. സാക്ഷാൽ വിവർത്തകൻ രവിവർമ്മയുടെ മകനാണല്ലോ. രവി എന്ന് ഭൂമി പിളർന്ന് പോയില്ലാതെ ഉള്ളൂ. എൻ്റെ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് കാറിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട്, എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത ബാറിലേക്ക് വിട്ടോളൂ. അദ്ദേഹം മനസ്സിലായിട്ട് അതല്ലെങ്കിൽ ശവം മാത്രമേ ഒന്ന് കിട്ടുള്ളായിരുന്നു. അദ്ദേഹം ഒരു ചില സിംഹമൊക്കെ വയറു നിറഞ്ഞ സമയത്തൊക്കെ മാനിനെയൊക്കെ വെറുതെ വിടില്ലേ, പൊയ്ക്കോളൂ. അതും അതീവ രസകരമായിട്ടുള്ള, ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പം ഞാനും രവിവർമ്മയും ഞാനും കയറുള്ള ഒരു പടം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാനിപ്പോഴും സൂക്ഷിക്കുന്ന ഒരു പടമാണ്. പിന്നീട് പലപ്പോഴും കുഞ്ഞിരാമൻ നായരുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഏഷ്യാനെറ്റിൽ എടുത്തപ്പോൾ അദ്ദേഹത്തെ പോയി കാണുകയും, ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ തിരുവില്ലാമലയിലായിരുന്നല്ലോ കുറച്ചു കാലം. അപ്പോൾ ഇവിടെ വരാറുള്ളതും, പിന്നെ കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിലും അധികം മനുഷ്യരൊന്നുമില്ലല്ലോ, പക്ഷികളും വൃക്ഷങ്ങളും ഒക്കെ ആണല്ലോ. അതിൽ വരുന്ന അപൂർവ ആളുകളിൽ ഒരാൾ VK മലഞ്ചെരുവിലെ ചന്ദനമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ വർണ്ണന തന്നെയുണ്ട് VK കുറിച്ച്. വളരെ ഫലിതപ്രിയനുമായിരുന്നു ഈ മഹാകവി. അദ്ദേഹത്തിന് കവിതയിൽ തമാശയൊന്നും ഉണ്ടാവില്ലെങ്കിലും നേരിട്ട് വലിയ, അതുകൊണ്ടാണ് VK വലിയ ചങ്ങാത്തം. അവിടെ കോലായിലിരുന്ന് എഴുതിയ കവിതയിലെ വരികളൊക്കെ VK ഹൃദയസ്ഥാണ്. അതൊക്കെ ചൊല്ലിത്തരികയൊക്കെ ചെയ്യും. അങ്ങനെ വളരെ വലിയൊരു സ്നേഹബന്ധവും ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആനന്ദമാണ്. പിന്നെ അതിന് ശേഷമുള്ള തലമുറയായിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ തലമുറയും ഒക്കെ ആയിട്ട് അടുപ്പമുണ്ടാകുന്നതിലൊന്നും അത്ഭുതമില്ലല്ലോ. പക്ഷേ ഈ വലിയ VK, OV വിജയൻ, അഴീക്കോട് മാഷ്, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഇന്ത്യ ടുഡേയുടെ കാലത്ത് ഇതുപോലെ തന്നെ ഈ PGയെ കാണാൻ പോയ കഥ പറഞ്ഞ പോലെ തന്നെ അഴീക്കോട് മാഷുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോവുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ BRP ഭാസ്കർ ഉണ്ട്, ബാബു സാർ. അപ്പം എനിക്ക് അദ്ദേഹത്തെ കേട്ടിട്ടേ അറിയാവുള്ളൂ, വായിച്ചിട്ടും അറിയാം. റിപ്പോർട്ടുകളൊക്കെ വായിച്ച്, ഹിന്ദുവിലൊക്കെ വായിച്ചു. അപ്പം ഞാൻ ചെന്ന് പരിചയപ്പെടുത്തി. അപ്പം അഴീക്കോട് മാഷുടെ സംഭാഷണ ചതുരനാണല്ലോ പ്രസംഗത്തിൽ അദ്ദേഹം. ബാബു സാറിനോട് പറയണം, ബാബു ഈടായിട്ട് സോറിയാസിൻ്റെ ശല്യമാണ്, കഴുത്തിന് ഇങ്ങനെ ഇതായിട്ട് ചൊറിഞ്ഞുകൊണ്ടേ പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നതിനേക്കാളും ചൊറിച്ചില്ല എനിക്ക്, ആളുകളെക്കാളും ചൊറിച്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതും
ബാബു സാറും ഒക്കെ ആയിട്ട് പിന്നെ വളരെ ദീർഘമായിട്ടുള്ള ഒരു അഭിമുഖം തന്നു. ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു ധാർമ്മികതയും പല രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊക്കെ ബലി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊരു നിർഭയത്വവും ഒക്കെ പാലിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തങ്ങളും അത് തന്നെ ആയിരിക്കും ആ ഒരു മനുഷ്യൻ. അത് നമുക്കിപ്പോൾ ഒരാളെ വിലയിരുത്തുന്നതിൽ നിന്നും വിലയിരുത്തുന്ന ആൾ വിലയിരുത്തപ്പെടും, ബൈബിളിൽ പറഞ്ഞ പോലെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഇന്ത്യ ടുഡേന്ന് ഞാൻ പിരിയാനുള്ള കാരണം ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു, പിന്നെ കുട്ടി പറന്നു, പിന്നെ മദ്രാസിലേക്കുള്ള യാത്രയും ഒക്കെ ഇത്തിരി പ്രയാസമായി തോന്നി. പക്ഷെ മദ്രാസ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. മദ്രാസ് ചെന്നൈ ആവുന്നത് തന്നെ ഞാൻ അവിടെ ഉള്ള കാലത്താണ് ഒഫീഷ്യലായിട്ട്. മിക്കവാറും ഞാൻ ഒരു സംഗീതപ്രേമി ആയതുകൊണ്ട് മ്യൂസിക് അക്കാഡമിയിൽ പോകും. പിന്നെ പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസമൊക്കെ വലിയ ഉത്സവം തന്നെ ആയിരുന്നു. പിന്നെ മദ്രാസ് അന്ന് ഒരു മൈലാപ്പൂരൊക്കെ ഒരു ഉറങ്ങിയ പട്ടണം. 8 മണിയൊന്നും കഴിഞ്ഞാൽ അവിടെ വെളിച്ചം ഉണ്ടാവില്ല. പട്ടന്മാരുടെയൊക്കെ ഏരിയ, അയ്യരുടെ ഏരിയയിലൊക്കെ അവർ തൈര് സാധവും കഴിച്ച് കിടന്നുറങ്ങും. പിന്നെ അവിടെ എനിക്ക് 1-2 വളരെ പ്രിയപ്പെട്ട സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളുണ്ട്, അവിടെ ഒക്കെ ചുറ്റി നടക്കും. പിന്നെ അവിടെ നിന്ന് പലപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ തഞ്ചാവൂരിലേക്കോ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കോ യാത്ര ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തമിഴ്നാട് നമ്മുടെ നാടിനെ പോലെ തന്നെ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഒരു മഹത്വം, അവരുടെ ശില്പകലയും അതുമൊക്കെ നമുക്ക് അത്ഭുതപ്പെടാനല്ലേ പറ്റുള്ളൂ. തമിഴ്നാട്ടിൻ്റെ ഒരു കൾച്ചർ, വിശേഷിച്ച് തഞ്ചാവൂരിൻ്റെ 200 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും കരിങ്കല്ലിൻ്റെ പൊടി പോലും ഇല്ല. അവിടെയാണ് അവരൊരു മഹാക്ഷേത്രം. ഇതൊക്കെ പിരമിഡിൻ്റെ സ്ഥലത്ത് കല്ലുണ്ടായിരുന്നു കുറച്ച് ദൂരെയെങ്കിലും. ആ രീതിയിലുള്ള, പിന്നെ ഒരു ചെരിവ് വെച്ചിട്ട് അതിൻ്റെ മകുടം, വിമാനം എന്ന് പറയുന്ന അതൊക്കെ പ്രതിഷ്ഠിച്ചതുമൊക്കെ നമുക്ക് അത്ഭുതത്തോടെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ഞാൻ പിന്നെ അന്ന് മദ്രാസിൽ തന്നെ സക്കറിയ അവിടെ ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും കാണും. പക്ഷെ ഞാൻ അന്ന് പിന്നെ എനിക്ക് അത്യാവശ്യം വളരെ നല്ല ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇന്ത്യ ടുഡേ. അപ്പോൾ ആ ശമ്പളമൊന്നും ഏഷ്യാനെറ്റിൽ കിട്ടില്ലെന്നും അറിയാം. എനിക്കായിട്ട് അവരുടെ നിയമം മാറ്റിമറിക്കാനൊന്നും, ശമ്പള വ്യവസ്ഥ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനിടയിലൊരു സംഭവം ഉണ്ടായത് 94 ഞാൻ കൽക്കട്ടയിൽ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോയപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു മനുഷ്യനെ പരിചയപ്പെടുന്നു. അദ്ദേഹമാണ് കെ ജയചന്ദ്രൻ. അസാധാരണമായിട്ടുള്ളൊരു മനുഷ്യൻ. അന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഞങ്ങളായിരുന്നു അവിടെ CV ശ്രീരാമേട്ടൻ ഒരു കൽക്കട്ടയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു മലയാളി ക്ലബ്ബ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സ്വാധീനം ചെലുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 ദിവസം, പിന്നെ കൽക്കട്ടയിൽ നിന്ന് ശാന്തിനികേതൻ, അങ്ങനെയുള്ള യാത്രകൾ, ബൗൾ, പത്മാനദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ ഞങ്ങൾ വലിയ ആത്മസൗഹൃദം സൂക്ഷിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ എനിക്ക് വളരെ നിർഭയനായിട്ടുള്ളൊരു റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ട കഥകളും പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിത സമീപനമൊക്കെ ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഇദ്ദേഹം ഏഷ്യാനെറ്റിൽ ചേർന്നപ്പോൾ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായത് കെ ജയേന്ദ്രൻ്റെ കൂടെ പ്രവർത്തിക്കാമല്ലോ എന്നതായിരുന്നു. ഞാൻ ചോദിക്കേണ്ട താമസം ജോലി കിട്ടി, ഇൻ്റർവ്യൂ ഒന്നുമില്ല. കാരണം ഞാൻ അവരുടെ കൂടെ തന്നെയാണ്, ശശികുമാർ സാറിൻ്റെയും സക്കറിയുടെയും ഒക്കെ കൂടെയാണ്. ഞാനതിൽ ചേർന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് ചേരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴിക്കോട്ട് ചേർന്നോളാം. അപ്പോൾ പറഞ്ഞു എന്നോട് കുറച്ചു കാലം ഒന്ന് തിരുവനന്തപുരത്ത് ടെലിവിഷൻ ജേർണലിസത്തിൽ, അതിലൊന്നും പ്രയാസമില്ല. പക്ഷെ ഞാൻ കോഴിക്കോടേക്ക് ചേരാൻ എന്നെ കോഴിക്കോട്ടാക്കുകയും ജയചന്ദ്രനെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാൽ ശരിയാവില്ല എന്ന് കമ്പനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യ ടുഡേയിൽ കിട്ടിയതിൻ്റെ പകുതി ശമ്പളേ ഇവിടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റ് നിരവധി
ആനുകൂല്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഫർണിഷിങ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ പറയുമ്പോൾ എല്ലാം പറയണം. അപ്പോൾ ആ രീതിയിൽ പിന്നെ റിപ്പോർട്ടിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കുറച്ചധികം നമ്മൾ പണം ഉണ്ടാകും, വലിയ പെർ ഡിഎം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ പ്രധാനം തന്നെയാണ്. പക്ഷെ അത് കണ്ടിട്ടല്ല, പ്രത്യേകിച്ച് ഒരു ആദർശപരമായിട്ടാണ് ഞാൻ വിട്ടത്. പിന്നെ ഇപ്പം ബാക്കി ഓരോ ആളുകളായിട്ട് പിരിഞ്ഞു പോയി. പിന്നെ അവസാനം അതിൻ്റെ ഒരു സ്വാഭാവിക പതനത്തിലേക്ക് ഇന്ത്യ ടുഡേ എത്തുകയും ചെയ്തു. മലയാളവും ലാംഗ്വേജ് എഡിഷൻസൊക്കെ കൂട്ടുകയും ഇപ്പോഴും ഇംഗ്ലീഷൊക്കെ പേരിനിറങ്ങുന്നു എന്നല്ലാതെ ഹിന്ദിയിൽ കുറച്ചും കൂടി സജീവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടത്തേക്ക് ഏഷ്യാനെറ്റിലേക്ക് വന്നത്. ഏഷ്യാനെറ്റിൽ വന്ന് കോഴിക്കോട് പ്രവർത്തിച്ചു. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് ഇന്ത്യ മുഴുവൻ എന്നൊക്കെ പറയുന്നത് പോലെ കറങ്ങേണ്ടി വന്നു. കാരണം തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്, പ്രത്യേകിച്ചും ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ അതിൻ്റെ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് ഡൽഹി, പിന്നെ ലക്നൗ UP ഇലക്ഷൻ, അങ്ങനെ നിരന്തരമായി സഞ്ചരിക്കുകയും അതോടൊപ്പം തന്നെ വെങ്കടേഷിൻ്റെയൊക്കെ സഹായം അതിൽ ധാരാളം കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഫ്രണ്ട് ലൈനിന് വേണ്ടി ലക്നൗവിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ രീതികളും, വെങ്കടേഷൊക്കെ പലപ്പോഴും എന്നോട് പറഞ്ഞത് അതിരാവിലെ എഴുന്നേറ്റ് റിപ്പോർട്ടിങ് തുടങ്ങണം. കാരണം ഇവരൊക്കെ ഒരു 9-10 മണിയാകുമ്പോഴേക്കും ഇവർ പ്രചാരണത്തിന് പോകും. രാവിലെ ഇവർ കുളിച്ച് റെഡിയായി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടും, എല്ലാം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ കാത്തു നിൽക്കണം. JP എയർപോർട്ട്, ലക്നൗവിൽ ജയപ്രകാശ് നാരായണൻ്റെ പേരിലുള്ള. അപ്പോൾ ഈ രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, പിന്നെ നമ്മൾ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കരുത്. അറിയാത്ത ഹിന്ദിയാണെങ്കിൽ പോലും അതിലേ സംസാരിക്കാവുള്ളൂ. പിന്നെ ഇവർ ഇംഗ്ലീഷ് അറിയുന്നവർ പോലും ഭാഷാഭിമാനം കൊണ്ടത് പറയില്ല. ഇതൊക്കെ ജേർണലിസത്തിലെ ചില പാഠങ്ങളാണ്. ഇപ്പോൾ അവർ പിന്നെ അത്ഭുതകരമായിട്ട് പിന്നെ ഒരു മലയാളി സെൻറ്റിമെൻറ്റ്സ്, ഇതൊന്നും ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ അനുഭവം പറയുകയാണ്. ഒരിടത്ത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞ് ഒരുപാട് വിദേശ ചാനലുകളുമൊക്കെ നിരന്ന് നിൽക്കുകയാണ്. തലേ ദിവസം സോണിയാഗാന്ധി അദ്ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു റിമാർക്ക്, കുറച്ച് വിവാദമായിട്ടുള്ളൊരു റിമാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. അതിൽ ഓർക്കുന്ന സംഭവം, പോയി പ്രസംഗം കഴിഞ്ഞ് ബ്ലാക്ക് കാറ്റുകൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരികയാണ്. അപ്പോൾ രാധാകൃഷ്ണൻ എന്നുള്ള ക്യാമറാമാൻ കൈരളിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. എടാ ചോദ്യം എന്ന് കൊല്ലക്കാരനാണ്. അപ്പോഴീ ബ്ലാക്ക് കാറ്റുകളൊക്കെ മാറിയിട്ട് ഞങ്ങളെ ഒരു പ്രത്യേക വലയത്തിനുള്ളിലാക്കി. ഈ ബ്ലാക്ക് കാറ്റുകൾ മൊത്തം മലയാളികളായിരുന്നു. അപ്പോൾ മറ്റ് BBC അടക്കമുള്ള ചാനലുകൾ പുറത്തു നിൽക്കുകയും എനിക്ക് വളരെ വിശദമായിട്ട് അദ്ദേഹം സോണിയാഗാന്ധിയുടെ റിമാർക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ അന്ന് ഇതൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് പല നാഷണൽ മീഡിയയിലൊക്കെ വരികയാണ്. കാരണം ഇതിൻ്റെ ഒരു എൻ്റെ മിടുക്കിനെക്കാളും ഈ ബ്ലാക്ക് കാറ്റായിട്ടുള്ള മലയാളിക്ക് ഏഷ്യാനെറ്റിനോടുള്ള സ്നേഹമാണ് അത് സാധ്യമാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ അത്ര വലിയ കൊടികുത്തിയ ജേർണലിസ്റ്റായിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനിണങ്ങിയ പല കാര്യങ്ങളും ഏഷ്യാനെറ്റിൽ ചെയ്യാൻ പറ്റി. പിന്നെ നീലമാഷ പോലുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള വിഷ്വൽ സെൻസുള്ള ജേർണലിസ്റ്റ്, ഒരു വശത്ത് ജയേന്ദ്രൻ ചേട്ടൻ നിർഭാഗ്യവശാൽ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. പിന്നെയും വളരെ ചെറുപ്പക്കാരായാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും TN ഗോപകുമാറിനെ പോലെയുള്ള വളരെ പ്രിയപ്പെട്ട സുഹൃത്തും നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാഗം തന്നെ ആയിട്ടുള്ള മനുഷ്യർ, ചീഫ് എഡിറ്റർ, അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് നമ്മളുടെ ഒരു പ്രത്യേകതരം സ്നേഹം അതിൽ ഉള്ളത് കൊണ്ട് നമ്മളുടെ ചില അരാജകത്വമൊന്നും പ്രതിഫലിക്കാതെ പോയി. അത് ഞാൻ പറഞ്ഞ ഒരർത്ഥത്തിൽ മനസ്സിലായില്ല. അതായത് ഇതൊക്കെ ഒരു
ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജോലിക്ക് ജോലി ചെയ്യുക, അത് ഭംഗിയായി ചെയ്യുക. മറ്റ് വ്യക്തിപരമായ ജീവിതം നിങ്ങളുടെ ഇഷ്ടം. തൊഴിലും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കരുത് എന്നൊക്കെയുള്ള ഒരു പാഠം പറയാതെ തന്നെ നമ്മൾ പഠിക്കുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഏഷ്യാനെറ്റിൽ പിന്നീട് ഞാൻ ഒരു യാത്രാ പരിപാടി ചെയ്യുകയുണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം അതിന് പേരിട്ടത് മാർക്കോ പോളോ എന്നാണ്. അപ്പോൾ TNG പറഞ്ഞു, ഇതിൻ്റെ വേല മനസ്സിലിരിക്കട്ടെ, ലോകം മൊത്തം ചുറ്റാനാണ് പരിപാടിയല്ലേ. നേരെ കേരളത്തിൽ രവീന്ദ്രൻ ചെയ്ത പോലെ അതിൻ്റെ ആ ഇതിൽ അങ്ങനെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ രവിയേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന രവീന്ദ്രൻ ഹൊസങ്കടി എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ എല്ലാ ജാതിയും അവിടെ നിന്നാണല്ലോ, മഞ്ചേശ്വരത്തിനടുത്തുള്ള, അവിടെ തൊട്ട് പാറശാല വരെ ആയിരുന്നു. തലപ്പാടി തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പാറശാല വരെ. ഞാൻ പക്ഷേ നമ്മളുടെ ഒരു സാങ്കല്പിക അതിരായിട്ടുള്ള ഗോകർണത്ത് നിന്ന് അവിടെ നിന്നാണല്ലോ മിത്തിക്കലായിട്ട് മഴു എറിഞ്ഞത് പരശുരാമൻ, കന്യാകുമാരി വരെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്ന് കാസർഗോഡേക്ക് എത്താൻ ഒരു 10-15 ആഴ്ച എടുത്തു. കൊല്ലൂര്, മുരുടേശ്വരം, കുടജാദ്രി, ഉടുപ്പി, മംഗലാപുരം അങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ. പിന്നെ കാസർഗോഡേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാടാണ്. അപ്പം ഇത് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ബോധപൂർവമല്ല. അപ്പോൾ ഒരു ബേക്കൽ കോട്ട എടുത്തു കഴിഞ്ഞാൽ ആ ചന്ദ്രഗിരി കോട്ട ഇല്ലെങ്കിൽ അത് പൂർത്തിയാവില്ല. പിന്നെ തെയ്യം സീസണിൽ വീണ്ടും പോകണം. പുണിജിത്തായ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ വളർന്നത്, അത് വേണം. കയ്യൂർ സമരം, ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ട് ഇതങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല. രവിയേട്ടൻ്റെയൊക്കെ യാത്രക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട്, അല്ലെങ്കിൽ എന്താ, അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രയാണം കുറെക്കൂടി സ്പീഡിലായിരുന്നു, വേഗത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എഡിറ്റർ TN ഗോപകുമാറാണല്ലോ. അപ്പോൾ പരിപാടിയെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ഇങ്ങനെ, അവൻ്റെ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ഡ്രൈവർക്ക് പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഡ്രൈവർക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അയാൾ സ്പീഡിൽ വന്നോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, ഞാൻ പറഞ്ഞത്, വളരെ സ്നേഹത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ മറ്റൊരു സ്ഥാപനത്തിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അതേ രീതിയിൽ, ഇപ്പം ഞാനൊരു സ്ഥലത്ത് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണം ഉണ്ടാവും. ഫലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 2011 ജനുവരി 1-നാണ് ഡേറ്റ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിപ്പെട്ട് അങ്ങനെ പോവുകയെ കാസർഗോഡ്. 6 കൊല്ലം കൊണ്ട് 260 എപ്പിസോഡിൽ ഞാൻ പാലക്കാട് വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് ഏതാണ്ട് അരിച്ചു പറക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പം ഞാൻ പാലക്കാടെത്തി തിരുവല്ലാമലയിലേക്കൊക്കെ പോകുമ്പോഴേക്ക് VKM മരിച്ചിരുന്നു. അപ്പോൾ രവീന്ദ്രൻ്റെ ഭാഗ്യത്തിന് ആ ഫയലുകളൊക്കെ ഏഷ്യാനെറ്റിൽ സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ആ ഫയലുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റി. അല്ലെങ്കിൽ കല്യാശ്ശേരിയിൽ പോകുമ്പോൾ KPR ഗോപാലിൻ്റെ വീട്ടിൽ പോകുമ്പോൾ KPRൻ്റെ വളർത്ത് മകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫയൽ ഉപയോഗിക്കുകയും അവർ വളർത്തച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ, അപ്പോൾ KPRും ബോൾഷെവിക് പാർട്ടിയിലെ 3-4 അംഗങ്ങളും രാത്രി വിപ്ലവം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ബീഡിയൊക്കെ വലിച്ചിരിക്കുന്നതിൻ്റെ, എന്നാൽ മകളെയൊക്കെ മടിയിലിരുത്തി, കുട്ടികളോടും വാത്സല്യമാണ്, എന്നാലും ഒരു വിപ്ലവം എങ്ങനെയാണ് വരുത്തേണ്ടതെന്നുള്ള രാവിലെ വരെയുള്ള ചർച്ചയാണ്. അവസാനം പിന്നെ മടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നതും അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇവരുടെയൊക്കെ ജീവിത സ്നേഹം, ഒരു കുപ്പായം വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള വലിയ മനുഷ്യരെയൊക്കെ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്പോർട്സിലും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് കണ്ണൂരിലുള്ള ഫുട്ബോൾ ഫ്രണ്ട്സ് ഒരു വലിയ ലെജൻഡറി ആയി, രണ്ടുപേരും മരിച്ചുപോയി, കരുണാരേട്ടൻ ഒക്കെ. അപ്പം അവരെങ്ങനെയാണ് അവിടുത്തെ
VP സത്യനെ പോലുള്ള ആളുകളൊക്കെ വളർത്തിയെടുത്തത് എങ്ങനെയാണ്. എൻ്റെ മകനും അവിടെ ഞാൻ കണ്ണൂരിലുള്ള സമയത്ത് ഞാൻ അവിടെ ചേർത്തിരുന്നു. അപ്പോൾ 100 കണക്കിന് ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ള ഫുട്ബോൾ ഫ്രണ്ട്സ്, പിന്നെ പല പല മേഖലകൾ, പ്രത്യേകിച്ച് പൈതൽമല, ടൂറിസ്റ്റ് സ്പോട്ടുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയം താരതമ്യേന ഒഴിവാക്കിയിരുന്നു. പക്ഷേ TP ചന്ദ്രശേഖരൻ യാത്രക്കിടയിലാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ രമയെ കണ്ട ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. കാരണം അത് നമ്മളുടെ ഒരു എക്സ്പ്രഷനിൽ ഇതും കൂടി വരും. അല്ലാതെ പിന്നെ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ പോയിട്ടില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി, പാറപ്പുറം ഒക്കെ വിശദമായിട്ട് അവിടെ പാർട്ടിയുടെ ഈ പാറപ്പുറത്ത് പാർട്ടിയുടെ ആദ്യ സമ്മേളനം 39 ഡിസംബറിൽ ഒരു രേഖയുമില്ല. അവിടെ 40 പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ രേഖയില്ലാത്തതിലും അതിശയമൊന്നുമില്ല. കാരണം അന്നത്തെ പാർട്ടി പ്രവർത്തകർ ഈ രേഖകളൊക്കെ നശിപ്പിക്കും. കാരണം സ്വാഭാവികമായിട്ടും അത് ഒരു ചന്ദ്രക്കല പോലെയുള്ളൊരു സ്ഥലമാണ് ഈ പിണറായി പാറപ്പുറം. അപ്പോൾ ഒരു തരത്തിലും പോലീസിനോ ശത്രുവിനോ കടന്നു വരാൻ പറ്റില്ല. അവിടെ 2-3 പേരെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രൂഡറെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്ര ഒരു ലൊക്കേഷൻ്റെ പ്രാധാന്യം. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് ആയിരുന്നില്ലെങ്കിലും അതൊരു ചരിത്രപരമായിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ഹിസ്റ്ററി, അന്ന് 90 മറ്റോ വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ ഒരു ഇത് മാത്രമല്ല, നമുക്കുണ്ടായിട്ടുള്ള ചില ആശയങ്ങൾ വെച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അത് വളരെ എന്താ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ നവമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് വരെയൊക്കെ വന്നപ്പോൾ തിരൂര്, വാഗൺ ട്രാജഡി, പല തരത്തിലുള്ള ഒരു ചരിത്രത്തിൻ്റെ കലങ്ങിമറിയൽ അതിലുണ്ടായിരുന്നു. ഇപ്പം ഈ തിരൂരിൽ ഈ വാഗൺ ട്രാജഡിയിൽ ഒരു പള്ളിയിലെ ജുമാ മസ്ജിദിലാണ് ഈ ശ്വാസം മുട്ടി മരിച്ചതിൽ 70 പേരെ മറ്റോ അടക്കം ചെയ്തത്. അപ്പോൾ അന്ന് ഹിന്ദുക്കളായിട്ടുള്ളവരെ വേറൊരു സ്ഥലത്താണ് അടക്കം ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു അസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഖബറുകൾ സംരക്ഷിക്കുന്ന ആളുടെ ഒരു അഭിമുഖം എടുത്തപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അത് അന്ന് ചെയ്തത് വളരെ തെറ്റായിപ്പോയി. അന്നത്തെ ചില വർഗീയതയുള്ള മനുഷ്യർ ചെയ്തതായിരിക്കണം. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള രീതിയിലൂടെ തന്നെ അടക്കേണ്ടതായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ സമൂഹം ഇങ്ങനെ വർഗീയവൽക്കരണത്തിന് വിധേയമാകുന്ന ഒരു കാലത്ത് ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു കുളിരുകോരുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഓരോ സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും തൃത്താല, ഈ പറയിപറ്റ പന്തിരുകുലം മുഴുവനായി എടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പണ്ഡിതനായിട്ടുള്ള രാജൻ ചുങ്കത്ത് പറഞ്ഞ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ മേഴത്തോൾ അഗ്നിഹോത്രി തൊട്ട് പാക്കനാര് തൊട്ട് വായില്ല കുന്നിലപ്പൻ, ഇങ്ങനെ 12 പേരുണ്ടല്ലോ. അപ്പോൾ ഈ 12 ജാതികളായിട്ടാണല്ലോ ഇവരുള്ളത്. ഇവരുടെ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ കൽക്കട്ടയിലൊരു ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ അതിലൊരു മിത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒരു കൂടിച്ചേരൽ കണ്ടിട്ട് അത് പിന്നീട് ഞാൻ അത്ര വലിയ ഒരു രീതിയിൽ അത് ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഊന്നൽ നൽകിയിട്ടില്ല. പിന്നെ കൃത്യമായി അന്നത്തെ രേഖകൾ വെച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് രേഖയുണ്ടായിരുന്നില്ല. പക്ഷെ അതിലെ സത്യത്തിന് ഒരു ആത്മാർത്ഥതയിൽ സ്ഫുരിക്കുന്ന ഒരു സത്യമുണ്ടല്ലോ. ഇപ്പം അദ്ദേഹത്തിനും വേറൊരു കാര്യം പറയാനല്ലല്ലോ പറയുന്നത്. ഇതിൻ്റെ കാർബൺ ഡേറ്റിങ്, ഈ മേഴത്തോ യാഗം നടന്നതിൻ്റെ അത്തരം കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാലഗണനയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അത് എന്നെ തന്നെ ഒന്ന് നവീകരിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇന്ന് ആ പരിപാടികൾ കാണുന്നത് യൂട്യൂബിൽ ആളുകൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരല്ല,
പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള ആളുകൾ അവരെ നാടിനോടുള്ള നൊസ്റ്റാൾജിയായിട്ടും ഒരു അത് ആ അർത്ഥത്തിൽ ഇപ്പോൾ രവീന്ദ്രൻ്റെ എൻ്റെ കേരളത്തിനുണ്ടായിട്ടുള്ള അത് 93 തൊട്ട് 3-4 വർഷം നീണ്ടുനിന്ന 3 വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ആർക്കൈവൽ മൂല്യം അസാധാരണം, നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ KPR ഗോപാലിനെ വിഷ്വലായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എവിടെയാണ് കിട്ടുക? അല്ലെ, കൊലമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ, അല്ലെങ്കിൽ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കള് സുരേന്ദ്രൻ നീലശരം ഏഷ്യാനെറ്റിലുള്ളത് കൊണ്ട്, ശെൽവൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടും ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ വിശദമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് 1/2 മണിക്കൂർ പ്രോഗ്രാം. ആ സമയത്ത് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു ചടങ്ങ് വെച്ചപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നു. ആ കൊലക്കയർ ഒഴികെ ബാക്കി കയ്യൂർ വിപ്ലവകാരികളൊക്കെ കിടന്ന സെല്ലുകളൊക്കെ ഞാൻ പിന്നൊരു സന്ദർഭം കിട്ടില്ല എന്ന് പറഞ്ഞ അരിച്ചു പറക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പൊന്ന് ചൂരിക്കാടൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു തലമുറക്ക് വേണമെങ്കിൽ കേട്ടുകേൾവിന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചിലപ്പോൾ പ്രചാരണാത്മകമായിട്ടുള്ള കഥകൾ എന്നൊക്കെ പറയാവുന്ന കാലത്ത് വസ്തുസ്ഥിതി കഥനം പോലെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഞാൻ വാസ്തവത്തിൽ എൻ്റെ കേരളം പുസ്തകമായിട്ട് അതിൻ്റെ ഒരു ടെക്സ്റ്റ്, പിന്നെ രവീന്ദ്രൻ്റെ യാത്രാവിവരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായതുകൊണ്ട്, പിന്നെ OK ജോണി എന്ന മാതൃഭൂമിയിൽ പബ്ലിക്കേഷൻ മാനേജർ ആയതുകൊണ്ടും രവിയേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ടും അത് എഴുതിച്ചൊരു പുസ്തകമായി. എൻ്റെ ഇതിൽ തന്നെ ഞാൻ ഏതാണ്ട് അത് ഒരു 260 യാത്രകൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കണമെന്നുണ്ട്. അതിൻ്റെ ചില പണികൾ അത് ചില ഗ്രന്ഥാലോകത്തിലൊക്കെ സീരിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഒറ്റക്കൊരു പുസ്തകമാക്കണമോ, അതെങ്ങനെ സംഗീതം, സാഹിത്യം, സ്ഥലം, ചരിത്രം എന്നൊക്കെ വിഭജിച്ച് ചെയ്യണമോ എന്നൊക്കെയുള്ളൊരു ആലോചനയിലാണ്. എന്തായാലും എനിക്കത് ആ യാത്രാനുഭവം ഒന്ന് വായനക്കാർക്കും മലയാളികൾക്കുമായിട്ട് നൽകണമെന്നുണ്ട്. ഇല്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വാസ്തവത്തിൽ അത് നിർത്തിയത് ആ സമയത്ത് പാലക്കാടൊക്കെ എത്തിയപ്പോഴേക്ക് കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെങ്കിലും മറ്റു ക്യാമറാമാൻമാർ അവരൊക്കെ ആയിട്ടുള്ളത് അസിസ്റ്റൻ്റ് ഒക്കെ അത് റിസ്ക്കാണ്. അപ്പോൾ അത് മാറിയപ്പോഴേക്കും അതിനോടുള്ളൊരു കണ്ടിന്യൂറ്റിയുടെ ഒരു താല്പര്യം ശമിച്ചു. അങ്ങനെ അത് കാലക്രമേണ ആ സമയത്ത് ഞാൻ റിട്ടയർ ആവുകയും ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ അത് പുറത്തു നിന്ന് എനിക്ക് അത് ചെയ്യാമായിരുന്നു. പക്ഷെ അതിങ്ങനെ അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ലക്കം പോലും മുടക്കിയിട്ടില്ല, എൻ്റേതായ കാരണങ്ങളാണ്. ചില ഇലക്ഷനൊക്കെ വന്ന് പെടുമ്പോഴും ഒരാഴ്ച നീട്ടിവെക്കുന്നല്ലാതെ. കാരണം ഒരു യാത്ര 4 ദിവസത്തെ ഒരു യാത്രയിൽ 4 എപ്പിസോഡ്, ചിലപ്പോൾ 5 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യും. ഒറ്റ തീം. ഇപ്പോൾ പറയിപ്പറ്റ പന്തിരൂലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് പിന്നെ അതിനെ വിഭജിച്ച് ഓരോന്നായി മാറ്റുകയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വലിയൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ മലയാള സിനിമയുടെ 90 വർഷം പ്രമാണിച്ച് ഒരു 50 എപ്പിസോഡ് വരുന്ന, ഞാനതിന് പേരിട്ടിരുന്നത് ഡാനിയലിൻ്റെ മക്കൾ എന്നാണ്. നമ്മുടെ സിനിമയുടെ പിതാവായിട്ടുള്ള JC ഡാനിയലിൻ്റെ സിബ്ലിങ്സോ അല്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസ് തൊട്ട് അദ്ദേഹം ഇപ്പോൾ ഈടെ വീണ്ടും വന്നതായിട്ട് പത്രത്തിൽ വായിച്ചു. അങ്ങനെ ഒരു അന്ന് ഉണ്ടായിരുന്നതിൽ പലരും മരിച്ചുപോയെങ്കിലും അതിലെ പല കാര്യങ്ങൾ, ഇപ്പം നിർമ്മല എന്നുള്ള സിനിമ, മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങൾ, അങ്ങനെ അതിൽ പല, ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ സുന്ദരരാജൻ്റെ മകൾ ഇവിടെ താമസിക്കുന്നുണ്ട് കവടിയാറിൽ. അപ്പോൾ അവരൊക്കെ അച്ഛൻ്റെ സ്വഭാവങ്ങൾ, ആ രീതിയിലൊരു വലിയ ഓറൽ ഹിസ്റ്ററി ആയിരുന്നു. അതുപോലെ ഇപ്പോൾ വയലാറിനെക്കുറിച്ചും P. ഭാസ്കരനെക്കുറിച്ചും ഒക്കെ പറയാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ദീർഘമായിട്ടുള്ള ഇൻ്റർവ്യൂ, അനുഭവ വിവരണങ്ങൾ, അങ്ങനെ ആ രീതിയിൽ അതൊരു വലിയ
ഡോക്യുമെൻ്റ് ആണ്. പക്ഷെ അതിപ്പം യൂട്യൂബിലൊക്കെ ഇടാനുള്ള പ്രയാസം, അന്ന് ഈ ക്ലിപ്പിങ്ങുകൾ ഒക്കെ നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൽ അങ്ങനെ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ തന്നെയും അതിൽ പലതും ഞാൻ അതിൻ്റെ ടെക്സ്റ്റൊക്കെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര സമീക്ഷയിലുമൊക്കെ. ഇപ്പോൾ ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ആയിരുന്നു മധുസാറ്. അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമില്ല, അങ്ങനെ നമുക്കൊരു ശീലമില്ലല്ലോ ഒരാളുകളെ അങ്ങനെ. അപ്പോൾ ഞാൻ മധുസാറിനെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഡാനിയലിൻ്റെ മക്കൾ ചെയ്യുന്ന ആളല്ലേ ഞാൻ. കുട്ടികളോടൊക്കെ അത് കാണണം, സിനിമയുടെ ചരിത്രം പഠിക്കണം, നടന്മാർക്ക് പോലും ചരിത്രം അറിയില്ലാതായിട്ട്. അതൊക്കെ എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയെന്ന് മാത്രമല്ല, അത് അപ്പോഴാണെന്ന് വെച്ചാൽ വന്നോളൂ, ഞാനൊരു 2 മണിക്കൂർ വിട്ടു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വലിയ. എന്നിട്ട് അദ്ദേഹം ആ കാലഘട്ടമൊക്കെ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഷോർട്ട് ആവലാണ്. കാരണം മൂളികൾക്ക് അങ്ങനെയൊക്കെ അല്ലാതെ ഇത് രാമകാരിയായിട്ട് കണ്ടതും മൂടുപടത്തിൽ അഭിനയിച്ചതും നാടകത്തിൽ അഭിനയിക്കുള്ളൂ, സിനിമയിൽ താൻ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ, നസീറുമായിട്ടുള്ള ബന്ധം, ഒരുപാട് തമാശകൾ ഒക്കെ. അതിപ്പോൾ അദ്ദേഹം പറയാൻ കാരണം ഈ പ്രോഗ്രാം കണ്ടത് കൊണ്ടാണ്. ഇത് ഒരു പത്രത്തിലോ ഒരു അപരിചിതനോ മറ്റോ ആണെങ്കിൽ അങ്ങനെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു എൻ്റെ ചരിത്രം റെക്കോർഡ് ചെയ്യപ്പെടണം, അവിടെയെങ്കിലും കിടക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുള്ള. പിന്നെ നിർമ്മല എന്നുള്ള, അത് ആർട്ടിസ്റ്റ് ഷവലിയർ PJ ചെറിയാനാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് PJ ചെറിയാൻ ജൂനിയർ, മനോരമയുടെ ചീഫ് ക്യാമറാമാനായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യൻ. അപ്പോൾ അയാളുടെ അമ്മയും അച്ഛനുമാണ് അതിലത്തെ നായകന്മാർ. ഒരു വിമല B വർമ്മ എന്ന് പറഞ്ഞിട്ട് അതിലെ ബാലതാരം. അവർക്ക് ഇന്നൊരു 70-75 വയസ്സുണ്ട്. അപ്പോൾ ഞാനൊരു 5 വർഷം മുമ്പ് കണ്ടപ്പോൾ അവർ അതിലെ ഗാനങ്ങളൊക്കെ പാടിത്തന്നു. ക്രിസ്റ്റൽ ക്ലിയർ മെമ്മറിയാണ്. G ശങ്കരക്കുറുപ്പാണ് അതിൽ കവിത എഴുതിയിട്ടുള്ളത്. ഏട്ടൻ വരുന്ന ദിനമേ എന്നൊക്കെയുള്ള ഗാനങ്ങളൊക്കെ പാടിത്തന്നു. എന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ ആകാശവാണിയിൽ പിന്നെ ഒരു ആർട്ടിസ്റ്റും ആയിരുന്നു അവർ. അതിൻ്റെ സ്ക്രിപ്റ്റ് എവിടെയും ലഭ്യമല്ല. അപ്പോൾ ഞാനത് ഈ ചലച്ചിത്ര സമീക്ഷയിൽ ആസ്ട്രോൾഡ് 2 എന്നുള്ള മട്ടിൽ ആ സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മളെ പത്രപ്രവർത്തനത്തിൻ്റെ, പ്രത്യേകിച്ച് ടെലിവിഷൻ ജേർണലിസത്തിൽ ഇതൊന്നും ആവശ്യമില്ല. ലൈവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി. പക്ഷേ പ്രോഗ്രാമിനെ നയിച്ച ആൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ചധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ പുഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പാരിസ്ഥിതിക ജാഗ്രത ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികൾ, അങ്ങനെ കുറേയധികം പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. പിന്നെ അതൊക്കെ മനസ്സിലാക്കുന്ന TN ഗോപകുമാറിനെ പോലുള്ള എഡിറ്റർമാരും അന്നുണ്ടായിരുന്നു. ആ ഒരു കാലം ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ അതൊരു ക്ലീഷ അല്ലാതെ തന്നെ പറഞ്ഞാൽ ഒരു സുവർണകാലമായിട്ടാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ അത് ഒരു വലിയ സംഭാവന. അതൊക്കെ വാസ്തവത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ ലഭ്യമാക്കേണ്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരു നിശ്ചിത തുക യൂട്യൂബിലൊക്കെ പേഴ്സണലായിട്ട് നമുക്ക് കാണാമല്ലോ ഏത് സിനിമയും. ആ രീതിയിലെങ്കിലും ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന്ന് റെമ്യൂണറേഷൻ സ്വീകരിച്ചോട്ടെ, അതിൻ്റെ അല്ലെങ്കിൽ അതിൽ വേണ്ടിയിട്ടുള്ള ചാർജ് ചെയ്തോട്ടെ. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് മിക്കവാറും എല്ലാ വിദേശ ചാനലുകളും നമ്മൾ $1-2 അല്ലെങ്കിൽ $10 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റണം. ആ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം കൂടി, പ്രത്യേകിച്ച് ഇത്രയും പഴക്കമുള്ള ചാനലുകൾ, കാരണം ഇത് വേറെ എവിടെയും കിട്ടാത്തതല്ലേ. പബ്ലിക് ഡൊമൈനിൽ ഇത് ഉണ്ടാവുകയും റിസർച്ചിനൊക്കെ ലഭ്യമാവുകയും ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് എൻ്റെ ഇപ്പം ചില ബാലസാഹിത്യ പുസ്തകങ്ങൾ ഒഴികെ ആദ്യമായിട്ട് വായിക്കുന്നത് യാത്രാ വിവരണങ്ങളാണ് SKയുടെ.
8ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്നൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ചിത്രകാരനായിട്ടുള്ള അധ്യാപകൻ, മണ്ണുണ്ണി തുടങ്ങിയ കാർട്ടൂണുകൾ വരച്ച കെ എ ഗഫൂർ, അദ്ദേഹം എം ടി വാസുദേവൻ നായർ നിർബന്ധിച്ചിട്ടാണ് ഇത്തരം ചിത്രകഥകൾ കൊണ്ടുവരണം എന്നൊക്കെ പത്രാധിപരായിരിക്കെ. അപ്പം അദ്ദേഹമാണ് ഡ്രോയിങ് മാഷ്. അപ്പോൾ ഡ്രോയിങ് മാഷ്ക്കാണല്ലോ അന്നത്തെ കാലത്ത് ലൈബ്രറിയുടെയും ചുമതല. അപ്പോൾ എനിക്ക് വായിക്കാൻ തന്നത് കാപ്പിരികളുടെ നാട്ടിലായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഒറ്റ രാത്രി കൊണ്ട്, അന്ന് വീട്ടിൽ വൈദ്യുതിയൊന്നുമില്ല, മണ്ണെണ്ണ വിളക്കിൽ വായിച്ചു. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ മാഷ് കളിയാക്കൊക്കെ ചെയ്യുന്നു, ഇതൊന്നും വായിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾക്ക് സങ്കടം വരും, എവിടെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ മാഷ്, ഏത് പേജിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വായിച്ചതാണ്. പിന്നെ സിംഹഭൂമി, ഇന്തോനേഷ്യൻ ഡയറി. അപ്പോൾ യാത്ര ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ദീർഘയാത്രകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ പഠിക്കുന്ന കാലത്ത് ഒരു കർണാടക യാത്ര നടത്തി. ബേലൂർ, ഹാലേബിഡ്, ശ്രാവണബെളഗോള, അങ്ങനെയൊക്കെ ഒരു സുഹൃത്തുമായി കറങ്ങി വന്നു. പിന്നെയും ഒരു യാത്രാഭ്രമം തന്നെ ആയിരിക്കണം ഡൽഹിയിലേക്ക് എന്നെ സ്വയം കൊണ്ടുപോയത്, പിന്നെ ഒരു വിശാലമായൊരു ലോകത്തിലേക്ക്. അപ്പം ഡൽഹിയിൽ നിന്ന് ഹിമാലയൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അത് ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. അന്ന് കാവ്യൊക്കെ കൊടുത്ത് ഗുരുദ്വാരകളിലൊക്കെ കിടന്നിറങ്ങി തനിച്ചുള്ളൊരു യാത്രയായിരുന്നു. 100-200 രൂപയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. വരുമ്പോഴൊരു 10 രൂപയായിട്ട് ബാക്കിയുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഹരിദ്വാർ അങ്ങനെ ഒക്കെ സഞ്ചരിച്ച ഒരു അവധൂതൻ മട്ടിൽ, അവധൂത സ്വഭാവത്തിലുള്ള ചില ഇത് സംഗതികളും ഉണ്ടായിരുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞ് യാത്ര, ആ യാത്രയൊക്കെ മിക്കവാറും എഴുതാനൊന്നും പറ്റിയില്ല. കാരണം അത് അങ്ങനെ ഓർമ്മകളായിട്ട് ഇങ്ങനെ പറന്നുപോയി. ചില സന്ദർഭങ്ങളിൽ ചിലത് ഓർമ്മ വരും എന്നല്ലാതെ. പിന്നീട് ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ നോർത്ത് ഈസ്റ്റിൽ 1-2 സ്റ്റേറ്റ് ഒഴികെ, മണിപ്പൂർ അങ്ങനെയൊക്കെ ഒഴികെ, നാഗാലാൻഡൊക്കെ ഒഴികെ, ബാക്കി എല്ലായിടത്തും ഈ റിപ്പോർട്ടിങ്ങിനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അത് വിശേഷിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ ഉത്തർപ്രദേശ്, ബംഗാൾ, ഒറീസ, ആന്ധ്ര 1-2 പ്രാവശ്യം, തമിഴ്നാട് പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലമാണ്, അവിടെയും പോയിട്ടുണ്ട്. കർണാടക എൻ്റെ അയൽ സംസ്ഥാനമാണ്, അപ്പോൾ അതും വളരെ പരിചിതമാണ്. പിന്നെ അവിടുന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഈ കുടജാദ്രിയിലേക്കൊരു പോക്കുണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ തന്നെ താമസിക്കും, ചിത്രമൂലയിൽ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് 2006 കൈലാസത്തിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഒരു ടീമിൽ ഞാനും വിനോദ് മങ്കരയും ജേർണലിസ്റ്റുകളായിട്ട് അവർ സ്പോൺസർ ചെയ്ത് പോയതാണ്. അത് അസാധാരണമാണ്. മാനസ സരസ്സും കൈലാസവും ഒക്കെ നമ്മൾ ശരിക്കും അതൊക്കെ ഉള്ളതാണോ എന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കാളിദാസനൊന്ന് സംസ്കൃതത്തിലല്ലെങ്കിലും മലയാളത്തിൽ വായിച്ച്, മേഘദൂതത്തിലും ഒക്കെ, മേഘസന്ദേശത്തിലൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടും പിന്നെ കാളിദാസൻ്റെ കവിത മലയാളത്തിലെങ്കിലും വായിച്ചില്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരെന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുത്തിയിരുന്ന് അതിൻ്റെ ട്രാൻസ്ലേഷനും ARൻ്റെ തർജ്ജമയൊക്കെ ഒരു വിദ്യാർത്ഥി മനസ്സോടെ തന്നെ പഠിച്ചതുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ തോന്നിയിരുന്നു. വാസ്തവത്തിൽ അത് അത്ഭുതകരമായിരുന്നു. കാരണം ഈ മാനസ സരസിലൊക്കെ കുറച്ചധികം ഒരു 50 മീറ്ററോളം നേരം മഞ്ഞ് പാളിയായിരിക്കുമല്ലോ. ഒരു ജൂലൈ ആഗസ്റ്റിലാണ് പോകുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും അപ്പോൾ ഒരു കല്ലൊക്കെ അവിടുത്തെ പ്രത്യേക നിറമുള്ള കല്ലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുഴക്കം. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും
വിനോദും കൂടിയിട്ട് ഒരു ദിവസം രാവിലെ ഒരു ചെറുതായി കയറിയപ്പോൾ ഒരു കൂടാരം കാണുന്നു. അപ്പോൾ അവിടുന്ന് ഭയങ്കര ശിവമന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നു. അപ്പോൾ അത് കേട്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരു സായിപ്പും ഒരു പർവ്വതാരോഹകനായ സായിപ്പും കുറേ മദാമ്മമാരും ഇറങ്ങി വന്നു. അവരാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയും അഗസ്ത്യ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അവിടത്തേക്ക് നമ്മൾ പോകേണ്ടത് ജനുവരി ഫെബ്രുവരിയിലാണ്. അല്ല, അവർ സാഹസിക സഞ്ചാരികളായതുകൊണ്ട് അവർ മഞ്ഞിൽ വരും. ഇത് വെറുതെ അവരുടെ കൂടെ കുറേ മദാമ്മമാരും ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അല്ലാതെ അതിൻ്റെ മനോഹാരിത മാനസ സരസിൻ്റെ മുകളിലൂടെ നടക്കാം അവർക്ക്. അത്രയും മഞ്ഞായിരിക്കും നമ്മുടെ പല കാശ്മീരിലെ വിൻ്ററൊക്കെ പോലെ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നു. പിന്നെ ഞാൻ 99 തന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ നഞ്ചുണ്ടസ്വാമിയുടെയൊക്കെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെയുള്ളൊരു സമര പരിപാടി. അപ്പം അത് റിപ്പോർട്ട് ചെയ്യുക എന്ന വ്യാജേന സത്യം പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ളൊരു ഗുണം അല്ലെങ്കിൽ ഭാഗ്യം, ഈ യൂറോപ്പിലെ അനാർക്കിസ്റ്റുകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. മറ്റത് ബാക്കിയെല്ലാം നമുക്ക് അവരെ കണ്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ലല്ലോ. അവരവരുടെ ലോകത്ത് വലിയ ധനവാന്മാരും നമുക്കത്. പക്ഷെ ഈ അനാർക്കിസ്റ്റുകളാണ് ഈ ഞങ്ങളുടെ യാത്രയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരെ തേടി എവിടെയും പോകേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ജർമ്മനിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഈ സ്ഥലങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള താടിയും മുടിയൊക്കെ ഉള്ള ആളുകൾ. പിന്നെ അവർ ഒരു വാനിൽ ഇങ്ങനെ സഞ്ചരിക്കും. അതിൽ പട്ടി ഉണ്ടാവും, ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പം ഇവർ തന്നെ നമ്മൾ ഓരോ ടെൻറ്റിൽ ഇതാക്കി പിന്നീട് കുറെ കാലം കൊളോണിൽ വന്ന് നിന്നു. കൊളോണിൽ നിന്ന് പാരീസിൽ പോയി, പാരീസിൽ നിന്ന് ഇറ്റലിയിൽ പോയി, മിലാനിൽ പോയി, വെനീസിൽ പോയി. ഇവിടെയൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത് ഈ അവിടുത്തെ അരാജകവാദികൾ എന്ന് പറഞ്ഞുകൂടാ, അവർ പല വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ്. യാബാസ്ത ടീം, മെക്സിക്കോയിലെ ടീമുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ട് അവരിപ്പോൾ മിലാനിൽ, ഉദാഹരണത്തിന് മിലാനിൽ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കെ, ഞാനും ജോയ് മാത്യു, നടനായിട്ടുള്ള ജോയ് മാത്യു ഒക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോയി എന്ന് സൂര്യ TV-യിലും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ജോയിയുടെ ക്യാമറാമാൻ എനിക്കും വേണ്ടി ക്യാമറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് വീഞ്ഞൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ദാരിയോഫ് വന്നിട്ടുണ്ട്. മിലാനിൽ ഇപ്പോൾ നോബൽ പ്രൈസ് നാടകകൃത്ത്. അപ്പം അദ്ദേഹം വന്ന് ഞങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ തരിക, സംസാരിക്കുക, നാടകം, അദ്ദേഹത്തിൻ്റെ ടീം നാടകം അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നീട് പത്രപ്രവർത്തന യൂണിയൻ്റെയൊക്കെ വിദേശ ഇതൊക്കെ ഭാഗമായിട്ട് അമേരിക്കയിൽ 2 പ്രാവശ്യം പോയി. വിശേഷിച്ച് ന്യൂയോർക്കിലുള്ള കലാതൽപരനായതുകൊണ്ട് അവിടുത്തെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, അങ്ങനെയൊക്കെയുള്ള മെട്രോപൊളിറ്റൻ മ്യൂസിയം, അതൊക്കെ അരിച്ചു പെറുക്കി കാണാൻ കഴിഞ്ഞു. പിന്നെ പാരീസിൽ 3-4 തവണ പോയിട്ടുണ്ട്. കാരണം എൻ്റെ അനുജത്തിയുടെ മകൻ അവിടെ ഒരു കമ്പ്യൂട്ടർ വിദ്വാനാണ്. അപ്പോൾ പിന്നെ ഈ ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് ആകെ കൂടി വരുന്ന വലിയ ചിലവ് എന്ന് പറയുന്ന താമസവും ഭക്ഷണവുമാണല്ലോ. ട്രാവലൊക്കെ 1 മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വലിയ ഇത് വരില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വിമാനക്കൂലിയും ഉണ്ടെങ്കിൽ പോയി വരാവുന്നൊരു സ്ഥലമായതുകൊണ്ട് പാരീസിൽ പല സ്ഥലങ്ങളിലും. പിന്നെ ഞാൻ പാരീസ് കാണുകയാണെങ്കിൽ നടന്ന് കാണണം എന്നാണ് പറയുക. അപ്പോൾ ഒരു 10-20 ദിവസത്തോളം നടന്നിട്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ, നോത്രദാം പരിസരമൊക്കെ എനിക്ക് ഈ സ്റ്റാച്യു അറിയുന്ന പോലെ അറിയാം. അവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാനും പോലും അറിയാം. ഫ്രഞ്ച് അറിയില്ലെങ്കിലും ഫ്രഞ്ചിൽ ചെറിയ ചെറിയ കേട്ടാലൊക്കെ മനസ്സിലാവും. പക്ഷെ അതും അവരുടെ ഫ്രഞ്ചും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ കുറേയധികം യാത്ര ചെയ്തു. കുറേ സ്ഥലങ്ങൾ ഇനിയും ലാറ്റിൻ അമേരിക്കയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ
അങ്കോർ വാട്ടൊന്നും കാണാതെ മരിച്ചു പോകരുത് എന്നുള്ളതുകൊണ്ട് അങ്കോർ വാട്ടിലും അവിടെയൊക്കെ പോയി. കംബോഡിയയിൽ, വിയറ്റ്നാമിൽ അങ്ങനെയൊക്കെ പോകാൻ കഴിഞ്ഞു. പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്, പക്ഷെ അതൊക്കെ ചെറിയ പബ്ലിഷേഴ്സാണ് അധികവും പ്രസിദ്ധീകരിച്ചത്. അത് പലപ്പോഴും ചില പുസ്തകങ്ങളൊക്കെ ചില സ്നേഹവും സൗഹൃദവും ഒക്കെ ആയി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്. എങ്കിലും കവിതാ സമാഹാരങ്ങളൊക്കെ DC 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. പിന്നെ യാത്രാ വിവരണം മാങ്ങാട് രത്നാകരൻ്റെ യാത്രകൾ എന്ന് കൂടാതെ മറ്റ് 4-5 യാത്രാ വിവരണങ്ങളുണ്ട്. അത് മാതൃഭൂമിയാണ് അധികവും. പിന്നെ വിജയൻ മാഷുടെ പ്രസംഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്തും സമാഹരിച്ചും 4-5 വോള്യങ്ങൾ ബഷീറിനെ കുറിച്ച്, ചങ്ങമ്പുഴയെക്കുറിച്ച്, കേസരിയെക്കുറിച്ച്, ആശാനെക്കുറിച്ച്, ആ പരമ്പരയിലുള്ള പുസ്തകങ്ങൾ, അങ്ങനെ അതെല്ലാം കൂടി 40ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ സ്നേഹിച്ച് സന്തോഷത്തോടെ ചെയ്ത മറ്റൊരു പ്രവർത്തനം, പുനലൂർ രാജൻ്റെ ഫോട്ടോഗ്രാഫുകൾ വളരെ കുറച്ച് മാത്രമേ മലയാളികൾ കണ്ടിരുന്നുള്ളൂ, പ്രത്യേകിച്ചും ബഷീറിൻ്റെയും അങ്ങനെയൊക്കെ. അപ്പം അത് തിരഞ്ഞെടുത്ത് ആഴ്ചതോറും പ്രസിദ്ധീകരിക്കുന്ന 4, 5, 6 പംക്തികൾ. ഒന്ന് അറിയാം, മീഡിയയിൽ ചിത്രദർശനം എന്നുള്ള പേരിൽ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച്, ഇപ്പോൾ തന്നെ ദേശാഭിമാനിയിൽ പ്രേം പറ്റാസ് എന്നുള്ള പേരിൽ SK പൊറ്റക്കാടിൻ്റെ ഫോട്ടോകൾ വരുന്നു. അക്കാഡമിയുടെ സാഹിത്യ ചക്രവാളത്തിൽ തകഴിമ എന്ന പേരിൽ തകഴിയെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകൾ വരുന്നു. അപ്പം ഇതൊക്കെ പുസ്തകമാക്കണമെന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യപൂർവമായിട്ടുള്ള രേഖകളാണ്. ചുരുങ്ങിയത് ഈ ഫോട്ടോഗ്രാഫുകൾക്കൊക്കെ തന്നെയും അരനൂറ്റാണ്ടിൻ്റെ പഴക്കം ചുരുങ്ങിയതുണ്ട്. പിന്നെ ഇപ്പോൾ KPSCയുടെ ആദ്യകാലം, KPSC ലളിത, അദ്ദേഹം ഒരു അസാമാന്യമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം ഒരു പ്രത്യേക രംഗത്ത് മാത്രമല്ല അദ്ദേഹം എടുത്തിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിഭകൾ, പിന്നെ ബഷീറിൻ്റെ 10,000 ചിത്രങ്ങളുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കണക്ക്. പിന്നെ 100 എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫുകൾ ഞാൻ മലയാളം യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ജയകുമാർ സാറ് പറഞ്ഞത് ഒരുക്കി കൊടുത്തിരുന്നു. ആ രീതിയിൽ സിനിമയിൽ അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു MT വാസുദേവൻ നായരൊക്കെ. അപ്പോൾ അവരുടെ അതിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ, അതൊക്കെ കാലഘട്ടത്തിലെ ക്ലാസിക്കുകളാണ്. അത് 2 വർഷം മുമ്പ് ചലച്ചിത്ര അക്കാദമിയുടെ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലൊരു ഭാഗമായിട്ട് അതൊക്കെ വന്നിരുന്നു. അപ്പോൾ അത്തരം സ്വകാര്യമായിട്ടൊരു ആർക്കൈവ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഇതൊക്കെ അവർക്ക് ഫിലിം അക്കാദമിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു എല്ലാം ഇനംതിരിച്ച് പുസ്തകമായിട്ട് വരണം. അതിൽ MTയുടെ കാലം എന്നുള്ളൊരു പുസ്തകം വന്നു കഴിഞ്ഞു 2015. ഇത് ഇവിടെ തന്നെ MT തന്നെ വന്നതിൻ്റെ പ്രകാശനത്തിൽ പങ്കുകൊണ്ടിരുന്നു. ആ രീതിയിലൊരു 10 പുസ്തകങ്ങളെങ്കിലും വരേണ്ടതുണ്ട്. ഇപ്പോൾ SK പൊറ്റക്കാട് ഇപ്പോൾ തന്നെ മാതൃഭൂമി ഇറക്കും. കാരണം ഒന്ന് കോഴിക്കോടിൻ്റെ പ്രതീകം, ബാക്കി ഇപ്പോൾ MT ആയാലും ബഷീറായാലും കോഴിക്കോട്ടുകാരല്ലല്ലോ. കോഴിക്കോട്ടിൻ്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ സാഹിത്യ നഗരത്തിൻ്റെ എഴുത്തുകാരൻ SK ആണ്. അപ്പം ആ രീതിയിൽ യുനെസ്കോയുമായി ചേർന്ന് മാതൃഭൂമി ഒരു പുസ്തകം SK സ്പെഷ്യൽ ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ചെയ്യണം. നല്ല കാര്യങ്ങളാണ് അതൊക്കെ. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ഒരു ഇത്രയും 60-62 വയസ്സായെങ്കിലും ഒരു യൗവനത്തോടെ നിലനിർത്തുന്നു എന്ന് വിചാരിക്കുന്നത് ഇത്തരം ചില കർമ്മങ്ങളാണ് എന്നാണ് പൊതുവെ പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ബാരാഗ്രാമം
എന്ന് പറയുന്ന കാസർഗോഡ് ചന്ദ്രഗിരിയുടെ തീരമെന്ന് പറഞ്ഞുകൂടെങ്കിലും സമീപസ്ഥമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് അവിടുത്തെ ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള സി രാഘവൻ മാഷ് എന്നാണ് ഞങ്ങൾ പറയുക. അദ്ദേഹം മലയാളം, കന്നഡ, തുളു ഭാഷയിലെ പണ്ഡിതനാണ്. അദ്ദേഹം ത്രിവേണി എന്നാണ് വീട്ടുപേര് തന്നെ, ഒരു ത്രിവേണി സംഗമം പോലെ ഈ 3 ഭാഷകളുടെ. അപ്പം അദ്ദേഹമാണ് എൻ്റെ നാട്ടിൻ്റെ പേരിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നത്. അത് ഹൈദരാലിയുടെ കാലഘട്ടം തൊട്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു പടയോട്ടം ആ വഴിക്കും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അനുരണനങ്ങളാണ് ഈ ബേക്കൽ കോട്ടയും ഒക്കെ, ചന്ദ്രഗിരി കോട്ടയും ഒക്കെ ഈ കേരിയ നായക്കന്മാരാണ് പണിതതെങ്കിൽ. വിജയനഗര സാമ്രാജ്യം തൊട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ളൊരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞത് ഈ ലക്കിടി എന്നൊക്കെ പറയുന്ന പോലെ ലക്കിടി, ബത്തേരി ഇതൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ലക്കിടി, വയനാട്ടിലും ലക്കിടി ഉണ്ട്, തിരുവല്ലാമലയിലും ലക്കിടി. അതുപോലെ ഈ ബാര എന്നുള്ളത് ബാരഹാണ്, 12, അല്ലെങ്കിൽ ഉറുദുവിലത് ബാരഹ് പോലും ഇല്ല, ബാര. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലം ഭരണ സൗകര്യത്തിന് വേണ്ടി നമ്പർ ഇട്ടതാണ് ഈ ബാര. അതല്ലാതെ ഈ സംസ്കൃത ബാര ദേവൻ കൊണ്ടാണ്, അങ്ങനെയൊന്നും അല്ല വാസ്തവത്തിൽ. അപ്പോൾ ആ നാട്ടിലാണ് ജനിച്ചത്. തലമുറയായിട്ട് കൃഷിക്കാരായിരുന്നു. അച്ഛൻ കുറച്ചും കൂടി ദൂരെയുള്ള, അന്നത്തെ ദൂരെ എന്നൊന്നും പറഞ്ഞുകൂടാ, നമ്മുടെ കാസർഗോഡേക്ക് പോകുന്ന വഴിക്ക് ഒരു തുരങ്കമൊക്കെ ഉണ്ട് റെയിൽവേയുടെ, കിഴൂർ, ആ പ്രദേശമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇടത്തരം ജമ്മി കുടുംബത്തിൽ ജനിച്ചു. പിന്നെ ഈ രീതിയിലുള്ള ജീവിത വഴികളിലൂടെ യാത്ര ചെയ്തു. പിന്നെ 95 വിവാഹിതനായി. ഒരു കുടിയേറ്റ മേഖല അത് പിന്നീടായതാണ്. അവിടുത്തെ താമസക്കാരായിട്ടുള്ള ഒരു വിവാഹം, പ്രീതി എന്നാണ് ഭാര്യയുടെ പേര്. 2 ആൺമക്കൾ, മുരളീകൃഷ്ണൻ, അവൻ ചില അനിമേഷനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഇളയവൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നാലാഞ്ചിറയിൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അച്ഛനമ്മമാരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇനിയിപ്പം നാട്ടിൽ പോകണമെന്നും തിരുവനന്തപുരത്ത് നിൽക്കണമെന്നും ഒക്കെയുള്ള ചില ആലോചനകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.